എൻ്റെ പേര് മഞ്ജു. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. എനിക്ക് 2 പെൺപിള്ളേരാണ്. അപ്പോൾ എനിക്ക് കിടപ്പാടം ഉണ്ടായിരുന്നില്ല. എല്ലാം പഴയ വീടായിട്ട് 30 വർഷമായിട്ട് പഴയ വീടായിരുന്നു. എല്ലാം വെള്ളം ചോർന്ന് ഇരിക്കുകയായിരുന്നു. അടച്ചുറപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുക എൻ്റെ മെമ്പർ വഴി എനിക്കൊരു പഞ്ചായത്തിൽ നിന്ന് ലൈഫിൻ്റെ വീട് അനുവദിച്ചു. അതിന് കുറേയേറെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ തറയിട്ട് ഉത്തരപ്പൊക്കം ആയപ്പോഴാണ് ഞാൻ മാതാവിനെക്കുറിച്ച് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് അറിഞ്ഞത്. അങ്ങേക്ക് വരാൻ നിവൃത്തി ഉണ്ടായില്ല. അങ്ങനെ 2-3 പ്രാവശ്യം വരാൻ സാധിച്ചില്ല. അപ്പോൾ ആ ചേച്ചി തന്നെ പറഞ്ഞു, മാതാവ് നിന്നെ വിളിച്ചാൽ മാത്രമേ നിനക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുഖേന ഞാൻ അടുത്ത ആഴ്ച ഞാൻ കൊച്ചിനെയും കൂട്ടി ഇവിടെ വന്നു. അപ്പോൾ കൊച്ചിന് UK പോകാൻ ഒരു ഓഫർ വരാൻ ആഗ്രഹിച്ചിരുന്നു. അത് ക്യാൻസലായി പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഉടമ്പടി എടുക്കാൻ ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 1 മാസം കഴിഞ്ഞ് വീണ്ടും ആ ഓഫർ ലെറ്റർ UK പോകാൻ കൊച്ചിന് വന്നു. ഞങ്ങൾ ഉടമ്പടി മുടക്കിയില്ല. എല്ലാ ദിവസവും വെളുപ്പിനെ ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി ഞാനും കൊച്ചും മാതാവിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വീട് പ്രശ്നം, കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീട് പണിയാനുണ്ടായി. ദ്രോഹങ്ങളും കുറേ ഞങ്ങൾക്ക് അനുഭവിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ മോക്കും മാതാവിന് നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛനെ കാണാൻ ഞങ്ങൾ വന്നു. അച്ഛനെ അന്ന് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും വന്നു. അച്ഛൻ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു. കൊച്ചിനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും, UK പോകാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞില്ല, വീണ്ടും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി. ഞങ്ങളെ പലരും സഹായിച്ചു. അങ്ങനെ ഒരു ലോൺ വഴി ഞങ്ങൾക്ക് കുറേ ബാങ്കുകൾ കയറി ഇറങ്ങേണ്ടി വന്നു. പഞ്ചായത്തിലെ വീടുകളായതുകൊണ്ട് ആ ലോൺ തരില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആയിരുന്നു. ഒരു ദിവസം മൊത്തം കൊച്ചു റൂമിലിരുന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഒരു ബാങ്ക് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ലോൺ തരാമെന്ന് പറഞ്ഞു. അത് കുറച്ച് തികയില്ലായിരുന്നു. എന്നാലും കുറച്ച് 1 ലക്ഷം രൂപ സീറ്റ് പോകാതിരിക്കാൻ ഞങ്ങൾ കെട്ടി. പിന്നീട് ഒരു 5 ലക്ഷം രൂപയും കൂടെ ഞങ്ങൾ കെട്ടേണ്ട വന്നു. അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ലെറ്റർ വന്നു, കോഴ്സ് ക്യാൻസലായി, സെപ്റ്റംബറിലേക്ക് പോകാൻ പറ്റുള്ളൂ. മെയിലായിരുന്നു ക്ലാസ്, 29 ചെല്ലണമായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിലേക്ക് മുടങ്ങിയെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി. അന്ന് മുഴുവൻ ഞങ്ങൾ മാതാവിനെ ഇന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 3 മണിക്ക് ഞാൻ എണീറ്റ് മാതാവിനെ പ്രാർത്ഥിച്ചു. ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, 33 പ്രാവശ്യം മാതാവിനെ എൻ്റെ ആഗ്രഹം സാധിക്കും. അങ്ങനെ ഞാൻ വെളുപ്പിനെ 2:30 എണീച്ച് കുളിച്ച്, ഞാൻ ഹിന്ദുവാണ്, 2:30 എണീറ്റ് കുളിച്ച് 3 മണിക്ക് മാതാവിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൊച്ചിനെ ഏജൻസിക്കാർ വിളിച്ചു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീണ്ടും വന്നു. മെയ് 29 കൊച്ചിന് കയറാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അന്നുണ്ടായ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ വീടിൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീർന്നു. എൻ്റെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും പലരും ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയായി. കഴിഞ്ഞ ഏപ്രിൽ 23 ഞങ്ങൾ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ പേര് 420 സ്ക്വയർ ഫീറ്റാണ്. എന്നാലും എനിക്കൊരു അടുക്കള പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായി. സൗകര്യം കുറവായിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, ഒരു അടുക്കളയും കൂടെ കൂട്ടിയെടുക്കാൻ സാധിക്കണേ മാതാവേ, എന്നിട്ടേ ഞാൻ കയറുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെ മാതാവ് എനിക്ക് അടുക്കളയും കൂട്ടിയെടുക്കാനുള്ള സൗകര്യം തന്നു. ഇപ്പോൾ 800 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പൂർത്തിയായി. ഏപ്രിൽ 29 ഞാൻ പാലുകാച്ച് കയറി. എൻ്റെ കൊച്ച് 27 UK പോയി. അവിടെ ഒരു പാർട്ട് ടൈം ജോലിയും കിട്ടി. അവൾ പഠനം തുടരുന്നു, സുഖമായി ഇരിക്കുന്നു. എല്ലാം മാതാവിൻ്റെ സഹായം. മാതാവിനെ എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളും ഒരിക്കലും മറക്കില്ല. മാതാവിൻ്റെ കാശുരൂപം എന്നും ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കയ്യിലുണ്ട്. അവൾ നിത്യേന മാതാവിനെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. എൻ്റെ കുടുംബത്തിനും എല്ലാത്തിനും എൻ്റെ മാതാവിൻ്റെ കോടാനുകോടി പ്രമാണം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് മകളുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. ഇപ്പം നിങ്ങൾ സാക്ഷ്യം പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പം ഇവിടെ വരുമ്പോൾ ഉള്ള സാഹചര്യത്തിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നുണ്ട്. അതായത് തൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ഒരു സമയത്ത്, ഒരു കിടക്കാനായിട്ടൊരു പാർപ്പിടമില്ലാത്തൊരു സമയത്ത് 2 മക്കളാണ്, 2 പെൺമക്കളല്ലേ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ എത്തിച്ചേരുന്നത്. അപ്പം നമ്മുടെ സഭയുടെ പാരമ്പര്യമൊക്കെ അനുസരിച്ച് പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ വിശുദ്ധ ഔസേപ്പിതാവ് അകാലത്തിൽ, അതായത് മുൻപേ തന്നെ മരിച്ചുപോയി എന്നുള്ളതാണ് സഭാ പാരമ്പര്യം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ അതുകൊണ്ട് ഒരു പരിശുദ്ധ അമ്മയെ എല്ലാവരും ഇങ്ങനെ റെഫർ ചെയ്തിട്ടാണ് എപ്പോഴും സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ
വിഷമങ്ങളും വേദനകളും ഒക്കെ മനസ്സിലാകുന്ന ഒരു സ്ഥിതിയിൽ അമ്മ കടന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ ശക്തമാണ്. അതുകൊണ്ടാണല്ലോ ഇതൊരു ഈശോ ലോകത്തിന് മുൻപിൽ അമ്മയെ എടുത്തുയർത്തി ഇങ്ങനെ തരണമെങ്കിൽ അത് ഒരു പെട്ടെന്നൊരു സ്വർഗത്തിൽ നിന്ന് എടുത്ത് ഇട്ടല്ല. ലോകത്തിലെ സാഹചര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ വേദന നിറഞ്ഞ എല്ലാ സാഹചര്യത്തിലൂടെയും കടന്നുപോയ ഒരു ആളെയാണ് എടുത്ത് നമുക്ക് മാതൃകയായിട്ടും ശക്തിയായിട്ടും അമ്മയായിട്ടും നൽകുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു അധികാരം, അല്ലെങ്കിൽ ദൈവപിതാവ് നൽകിയ അധികാരത്തിൻ്റെ വലിയ പ്രകടനമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുക. ഈ ഒരു സാക്ഷ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ അറിയാം, 24-ാം തീയതി ദൈവം എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ക്രമീകരിച്ച് 24-ാം തീയതി വീട്ടിലെ പാല് കാച്ചിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം 27-ാം തീയതി മകള് ഏറ്റവും ക്രമപ്പെട്ട് അവൾ ആഗ്രഹിക്കുന്ന ഒരിടത്തേക്ക് പോയി. അതിനിവിടെ ഈ അൾത്താരയിൽ വരുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട്, ഈ അൾത്താര എന്ന് തന്നെയാണ് അതിൽ പ്രധാനം. കാരണം പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ നിന്ന് തന്നെയാണ് കൃപ ഇവരുടെ ജീവിതത്തിലേക്ക് കൊടുത്തു എന്ന് ഇനിയിപ്പോൾ നമ്മളാരും വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ മക്കൾക്കും അല്ലെങ്കിൽ ഈ വ്യക്തിക്കും ആ മകൾക്കും ഒരു ബോധ്യമുണ്ട്. ആ മകൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിശ്വാസമുള്ളൊരു ജീവിതം സന്തോഷത്തോടെ നയിക്കുന്നു. പാർട്ട് ടൈം ജോലി കിട്ടുന്നതൊക്കെ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്കും പിന്നെ നമ്മുടെയൊക്കെ മക്കളും അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ അതെല്ലാം മാതാവ് ക്രമീകരിച്ചു. ഇന്നും പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രാർത്ഥനയിൽ നിലനിൽക്കും. അപ്പോൾ ഇത്രത്തോളം വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുന്ന ഈ ദൈവാനുഭവത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് പ്രാർത്ഥനയോടെ കേൾക്കുന്നവർക്ക് മനസ്സിലേറെ. പ്രത്യേകിച്ച് അമ്മ ഇടപെട്ട് എത്രയും വേഗം ഇടപെട്ട് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനും അതിനേക്കാളുപരി നൽകിയ അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജിതിൻ. എറണാകുളത്തെ ആലുവയാണ് എൻ്റെ സ്ഥലം. എറണാകുളത്തെ ആലുവയാണ് എൻ്റെ സ്ഥലം. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും ഞങ്ങൾ 4 പേരടങ്ങണമായിരുന്നു എൻ്റെ കുടുംബം. എനിക്കൊരു 8 പൈസയൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ എൻ്റെ അമ്മയാണ് ഞങ്ങളെ നോക്കിയത്. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം നല്ല കഷ്ടപ്പാടിലായിരുന്നു. അപ്പോൾ അത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. ഒരു 22 വയസ്സ് വരെയൊക്കെ ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്ത് പഠിച്ച്. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റൈൽസിൽ അക്കൗണ്ട്സിൽ ജോയിൻ ചെയ്തത്. എൻ്റെ അച്ഛൻ പോയ പിന്നെ ഞാൻ വളരെ ഒരു നിരീശ്വരവാദിയായിരുന്നു. ഞാൻ ദൈവത്തിലൊന്നും എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായില്ല. എൻ്റെ സ്കൂളിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിബേറ്റൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ ദൈവത്തിനെ വിമർശിച്ച് സംസാരിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ ഞാനും എന്നെ 10ാം ക്ലാസ് പഠിപ്പിച്ചൊരു സാറ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഒരേപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ 22 വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു. എൻ്റെ കീഴിൽ ഒരു 5 സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലെ ഓണർ വളരെ നല്ല ആളായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ച് ഞാൻ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ബന്ധുക്കാരൊക്കെ സഹായിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 2019 കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റൈൽസ് പൂട്ടേണ്ടി വന്നു. അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വന്നു. ഓവറിലൊരു മുഴ എടുത്ത് കളയേണ്ടി വന്നു. അപ്പോൾ യൂട്രസും എടുത്ത് കളയേണ്ടി വന്നു. അത്ര നാൾ അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കാരണം വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ അറിയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് വേറെ 1-2 ചിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. വീട്ടിലെ കാര്യങ്ങളും അന്ന് എനിക്ക് 22 വയസ്സ് ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. പിന്നെ അമ്മയുടെ ഓപ്പറേഷന് കുറച്ച് കടം വന്നായിരുന്നു. അപ്പോൾ കൊറോണ വന്നപ്പോൾ ടെക്സ്റ്റൈൽസ് പൂട്ടി. അപ്പം നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വീടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു വീട് വെക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ യൂറോപ്പിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് നഴ്സിങ്ങിനും പിന്നെ സ്കിൽഡ് വർക്കേഴ്സിനാണെന്ന് അറിഞ്ഞു. അപ്പോൾ നഴ്സിംഗ് പഠിക്കാനുള്ളൊരു ടൈമൊന്നും പിന്നെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ സ്കിൽഡ് വർക്ക് പഠിച്ച് ഒരു 6 മാസത്തെ ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തൊരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ പിന്നെ വന്ന് കോഴ്സ് നിർത്തി വെച്ച്. ഒരു 8 മാസത്തോളം പിന്നെ കോഴ്സ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു എമൗണ്ട് ലോൺ എടുത്തിട്ടാണ് പഠിക്കാൻ പോയത്. അപ്പോൾ ആ ലോൺ അടക്കേണ്ടി വന്നായിരുന്നു. പിന്നെ അമ്മയുടെ ഓപ്പറേഷൻ ഇട്ടിട്ട് ചെറിയ ഒരു ലോൺ ഉണ്ടായിരുന്നു, അതും അടക്കേണ്ടി വന്നു. അപ്പോൾ ഈ കോഴ്സ് പകുതിക്ക് വെച്ച് നിന്ന് പോയ കാരണം എനിക്ക് പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എവിടെയും വർക്ക് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. ഒരു 8 മാസത്തോളം എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അത് 1 ലോണായി 2 ലോണായി അങ്ങനെ ഞാനൊരു 6 ലോണോളം എടുക്കേണ്ടി വന്നു. അപ്പോൾ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു നല്ല രീതിയിൽ കടത്തിലായിപ്പോയി. ഒരു 24 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ പെങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആയി.
അപ്പോൾ 2020 ആയപ്പോഴത്തേക്കും എനിക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. നമ്മൾക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആരും സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ ദൈവത്തിനെ വിളിച്ചു തുടങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് വേറെ എൻ്റെ കാര്യങ്ങൾ പറയാനും വിഷമങ്ങൾ പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥയായി. അമ്മേനോട് പറഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെയും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മേനോട് കൂടുതലായിട്ടൊന്നും പറയാനും പറ്റാത്തൊരു സാഹചര്യമായി. അപ്പോൾ ഒരു 5-6 ലക്ഷം രൂപ കടവുമായി. അപ്പോഴത്തേക്കും കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആലുവയിൽ 8 ഏക്കർ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അവിടെ എല്ലാ വ്യാഴാഴ്ചയും പോയി പ്രാർത്ഥിക്കാനും തിരിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ഇതര മതസ്ഥനാണ്. അപ്പം ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് അധികവും എൻ്റെ കൂട്ടുകാരെല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നു. പിന്നെ ഞാൻ താമസിച്ചിരുന്നത് പള്ളിയുടെ അടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പള്ളിയുമായിട്ടൊക്കെ എനിക്കറിയായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കോഴ്സ് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ടെസ്റ്റ് പാസ്സായി പോളണ്ടിലേക്ക്. ടെസ്റ്റ് പാസ്സായി കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 50 പേരുടെ ടെസ്റ്റായിരുന്നു. ഞങ്ങളൊരു 12 പേര് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഇതൊരു സാധ്യതയാണെന്ന് തോന്നി. പിന്നെ ഞാൻ അവിടെ കുറച്ച് ക്യാഷ് അടക്കേണ്ടി വന്നു. അത് പലിശക്ക് എടുത്ത് അടക്കേണ്ടി വന്നു. അപ്പോൾ അതടച്ചിട്ട് 3 മാസത്തിൽ കയറി പോകാമെന്ന് പറഞ്ഞ് ഞാനൊരു 1 വർഷത്തോളം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ 12 പേര്. പക്ഷേ എങ്ങും പോകാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് പെർമിറ്റ് വന്നത്. പെർമിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും VFS ഇല്ല എന്നൊക്കെയുള്ള സാഹചര്യമൊക്കെ ആയി. പിന്നെ അത് പോകാൻ പറ്റാണ്ട് അത് വിട്ട് കളയേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ആകെ നിരാശയിലൊക്കെ ആയിരുന്ന സമയത്ത് വേറൊരു ടെസ്റ്റ് അടിക്കാൻ ഭാഗ്യം കിട്ടി, സ്ലോവാക്കിക്ക്. അപ്പോൾ അതും ടെസ്റ്റ് പാസ്സായി. എനിക്കധികം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ കോഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തിന് 2ാമത്തെ ടെസ്റ്റ് ഞാൻ പാസ്സായി. ടെസ്റ്റ് പാസ്സായിട്ടും ഒരു 45 ദിവസത്തിൽ കയറി പോകാമെന്ന് പറഞ്ഞ് എല്ലാം വളരെ പെട്ടെന്ന് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് PCC എല്ലാം എടുത്ത് റെഡിയായി നിന്ന്. അതും ഒരു വർഷം വരെ വെയിറ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും പിന്നെയും നല്ല രീതിയിൽ പിന്നെയും കടമായി. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ഇരട്ടിയെങ്കിലും എനിക്ക് മാസം ചിലവിന് വേണ്ടി വരേണ്ട ഒരു സാഹചര്യമായി. അപ്പോൾ അതിന് പിന്നെ പലിശ എടുക്കേണ്ട ഒരു അവസ്ഥയായി. അപ്പോഴത്തേക്കും പിന്നെയും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഞാൻ ആകെ വീക്കായി തുടങ്ങി. പിന്നെ വേറെ സഹായിക്കാൻ ആരുമില്ല. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ ജീവിക്കാൻ ഉള്ള ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെ ആരും നമ്മുടെ അടുത്ത് എന്താണ് എൻ്റെ അവസ്ഥ അങ്ങനെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതായിട്ട് ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം ടെസ്റ്റ് അടിച്ചപ്പോൾ എൻ്റെ വകയിലൊരു ചേട്ടൻ എനിക്ക് 3 ലക്ഷം രൂപ പോകാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ എല്ലാം നോക്കിക്കോ, നിനക്ക് ഞാൻ ക്യാഷ് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 2ാമത് ടെസ്റ്റ് അടിച്ച് അതും ഫെയിലായി പോയി കഴിഞ്ഞപ്പം ഞാനാകെ നിരാശയിലായിരുന്നു. പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് പോകാനുള്ള യോഗം എനിക്കില്ല, ഭാഗ്യമില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ടെസ്റ്റ് അടിച്ചു കൊടുത്ത ITCയിലെ മാഡം വിളിച്ചിട്ട് പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക്, അതായത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമൊന്നുമല്ല, കുറച്ചും കൂടി നല്ല സ്ഥലത്തേക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, വന്ന് അടിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിസ്റ്റൻ്റായിട്ടാണ് പഠിച്ചതൊക്കെ. എനിക്കപ്പോൾ ലാംഗ്വേജ് അത്ര സ്കില്ലൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ ഇതുപോലെ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഞാൻ പോയി. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് മുമ്പ് ഇൻ്റർവ്യൂ ചെയ്ത ആളെ 40 മിനിറ്റോളം ഇൻ്റർവ്യൂ ചെയ്തിട്ട് അയാൾ ഇറങ്ങി. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനുണ്ടായില്ല. എന്നോട് ചോദിച്ചതിൽ എനിക്ക് പകുതിയൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഞാനൊരു 5 മിനിറ്റോളം ഉണ്ടായുള്ളൂ എൻ്റെ ഇൻ്റർവ്യൂ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇറങ്ങേണ്ടി വന്നു അവിടെ നിന്ന്. പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പാസ്സായെന്ന് ചോദിച്ചപ്പോൾ അറിയിക്കുമെന്ന് പറഞ്ഞു, ITCന്ന് അറിയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോയി. അയർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ ഡയറക്റ്റ് കമ്പനിയായിരുന്നു ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 50 പേരുണ്ടായിരുന്നു. 50 പേരിൽ എന്തായാലും അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഞാനവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടുള്ള ആൾ നേരത്തെ ഇറങ്ങുമെന്ന് പറയും. അയാളും ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും എൻ്റെ ഒപ്പുണ്ടായ എല്ലാവരും പറഞ്ഞു നിനക്ക് കിട്ടാൻ സാധ്യതയൊന്നുമില്ല, 5 മിനിറ്റ് ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾക്ക് കിട്ടാനൊന്നും സാധ്യതയില്ല, നീ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ITCയിലെ മാഡം പറഞ്ഞ് ഞാൻ പോന്ന്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 50 പേർ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയ ആൾക്കാരെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ഞങ്ങൾ ITCന്ന് ഇൻ്റർവ്യൂ പാസ്സായ 5 പേരിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് നല്ലൊരു ഓൺലൈൻ ടെസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ അതുപോലെ തന്നെ എല്ലാ പള്ളികളിലൊക്കെ പോയി. അവിടെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു 5ഓളം പള്ളികളിൽ ഞാൻ സ്ഥിരമായിട്ട് ആ സമയത്ത് പോകാൻ തുടങ്ങി. അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോയി ടെസ്റ്റ് അടിച്ച്
ടെസ്റ്റ് 10 പേരുണ്ടായിരുന്നുള്ളൂ. ആകെ 50 പേര് ഇൻ്റർവ്യൂ ചെയ്തതിൽ 10 പേർക്ക് ടെസ്റ്റിന് ക്വാളിഫൈഡ് ആയുള്ളായിരുന്നു. ആ 10 പേരിൽ 5 പേരെ മതി, അവർക്ക് വേറെ ആരെയും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ 10 പേരിൽ 10ാമത്തെ ആളായിരുന്നു ഞാൻ. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ എന്നെ ഒന്ന് കയറ്റി വിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓൺലൈനാണ്, പിന്നെ നിൻ്റെ മാക്സിമം നീ ചെയ്ത് നോക്കാൻ പറഞ്ഞ്. 10ാമത്തെ ആളായിരുന്നു ഞാൻ. അപ്പോഴത്തേക്കും എൻ്റെ ഫുൾ കോൺഫിഡൻസൊക്കെ പോയി. എനിക്ക് ടെസ്റ്റ് അടിക്കാൻ എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി. ആദ്യം ടെസ്റ്റ് അടിച്ചൊരു 5 പേര് നല്ല പ്രൊഫഷണൽസ് ആയിരുന്നു. അപ്പോൾ അവരെന്തായാലും സെലക്ട് ആവുമെന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഞങ്ങളൊരു 5 പേര് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ പേരൊക്കെ എഴുതി കൊടുത്ത് അവിടെ നിന്ന് പോന്നു. അന്ന് വൈകിട്ട് തന്നെ റിസൾട്ട് വന്ന് 10 പേരിൽ അവർ 7 പേരെ സെലക്ട് ചെയ്ത് എൻ്റെ 7ാമത്തെ ആളായിട്ട് എനിക്ക് കിട്ടി. ഞാനപ്പോൾ അത്യാവശ്യം സന്തോഷമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും യൂറോപ്പിലേക്ക് ഇനി എൻട്രി ഇല്ല. അയർലൻഡിലേക്കൊന്നും ഇനി പോകാനേ പറ്റില്ല. ഒരുപാട് മൈഗ്രേഷൻ അവിടെ കേരളത്തിൽ നിന്നുണ്ട്. അത് കാരണം ഇനി പോകാൻ പറ്റില്ല, സാധ്യതയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയി. അപ്പോഴത്തേക്കും എൻ്റെ കടബാധ്യതകളൊക്കെ എനിക്ക് മാസം ഒരു 40,000-50,000 വെച്ച് വേണ്ട ഒരു സാഹചര്യമായി. ഒരുപാട് കടം കയറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി കൃപാസനത്തിൽ നിന്ന് അർത്തിങ്കപ്പള്ളിയിലേക്കുള്ള ജപമാല യാത്രയിൽ നീ ഒന്ന് പങ്കെടുത്ത് നോക്ക് എന്ന് പറഞ്ഞ്, ആദ്യമായിട്ട് അന്നാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്ന് ഞാൻ യാത്രയിൽ പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോയി. ഞാനിതുപോലെ എനിക്ക് പോകാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കാണിച്ചെന്നെ ദൈവമേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ഞാനിവിടെ നിന്ന് പോയി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 2024 മെയ്യിൽ പ്രോസസ്സിങ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഡിസംബറോടുകൂടി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പെർമിറ്റ് വന്ന് കമ്പനിയിൽ നിന്ന് നിനക്ക് വരാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ച് എനിക്ക് മെയിൽ വന്ന് ഞാൻ ഓക്കെ പറഞ്ഞ്. അപ്പോൾ തന്നെ എനിക്ക് 1 മാസത്തിൽ എനിക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളായി. എൻ്റെ പേര് പെർമിറ്റിനകത്ത് വന്ന എൻ്റെ പേര് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. അവസാനം അത് റെഡിയായി. ഞാൻ അപ്പോൾ ആ ഒരു ടൈമിൽ മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് ഞാൻ കൃപാസനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ ഓരോ തവണ വരുമ്പോഴും ഓരോരുത്തരോടും ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവർക്കും കാര്യമായിട്ട് പറഞ്ഞു തരാനൊന്നും പറ്റണില്ല. എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റണില്ല. ആ ഒരു ടൈമിൽ അമ്മ എൻ്റെ അടുത്ത് ടി വിയിൽ എല്ലാ ചൊവ്വാഴ്ചയും ടി വിയിൽ പ്രാർത്ഥന കണ്ട് അമ്മ അതിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, അവിടെ പോയി ടോക്കൺ എടുത്ത് നീ ഉടമ്പടി എടുക്ക്, അപ്പോഴത്തേക്കും നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ആ ടൈമിൽ എനിക്ക് VFS റെഡിയായി. പിന്നെ 90 ദിവസം ഡിലേ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായില്ല, എനിക്ക് പോകാൻ പറ്റും എന്നുള്ള വലിയ ഇതൊന്നുമില്ല. എനിക്ക് വലിയ സ്കില്ലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ 7 പേരെ ഞാൻ വിചാരിച്ചത് ഒരു 5 പേരെ തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും വിസ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരെ ബാക്കി സെലക്ട് ചെയ്ത് വെച്ചേക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ VFS കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് PCC എൻ്റെ ലോണൊക്കെ കുറച്ചൊക്കെ ബൗൺസായിപ്പോയി, ബാങ്കിൽ കുറച്ച് ചെക്കൊക്കെ ബൗൺസായിപ്പോയി. അപ്പോൾ എനിക്ക് PCC കിട്ടുമെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ 6 നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ച് എനിക്ക് അയർലൻഡിലേക്ക് പോകാൻ പറ്റണം. പിന്നെ എൻ്റെ ഈ കടബാധ്യതകളൊക്കെ തീരാൻ ഞാനൊരു ചിട്ടി കഴിഞ്ഞ വർഷം ചേർന്ന് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഒരു മകൻ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്തൊരു ജാമ്യം നിന്ന് ആ ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു പകുതി ബാധ്യതകളൊക്കെ തീർത്തിട്ട് എനിക്ക് പോകാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പുള്ളി സഹായിച്ചില്ല. പുള്ളിക്കാരൻ ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളീനെ കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചിട്ടി അടക്കേണ്ട ഒരു ബാധ്യതയും കൂടി എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് ഒരു 11 മാസമായിട്ട് ഞാൻ ചിട്ടി അടക്കണം, എൻ്റെ ലോൺ അടക്കണം, പിന്നെ വീട്ടിൽ ചിലവ്, അമ്മയ്ക്ക് ഉള്ള മരുന്ന്, അങ്ങനെ എനിക്ക് എല്ലാം കൊണ്ട് എനിക്ക് ആകെ തീരെ ഞാൻ ശാരീരികവും മാനസികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തളർന്നുപോയി. എനിക്ക് പലതവണ ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ള ചിന്തയൊക്കെ ആയി. പിന്നെ അമ്മ ഒറ്റക്കാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ 27 വയസ്സാണ്. അപ്പോൾ 27 വയസ്സുള്ള ഒരാളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ഇത്രയും പ്രശ്നങ്ങളും ഈ പ്രയാസങ്ങളൊക്കെ എനിക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് VFS കിട്ടി. കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് വിസ വന്നിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് പേരെടുത്ത് ഞാൻ എൻ്റെ ചിട്ടി ഒന്ന് ക്ലെയിം ചെയ്യാൻ ഒരു ജാമ്യത്തിന് വേണ്ടി ചോദിച്ചായിരുന്നു. അപ്പോൾ ആരും അങ്ങനെ എനിക്കധികം പ്രായമില്ല. പിന്നെ എനിക്ക് ഇത്ര ബാധ്യതകളുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പറഞ്ഞിട്ടും ആരും അങ്ങനെ വിശ്വസിക്കണില്ല. അപ്പോൾ ആർക്കും അങ്ങനെ
എന്നെ സഹായിക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടായില്ല. എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർമാരുടെ അടുത്ത് വരെ ഞാൻ പോയി ചോദിച്ചായിരുന്നു. പക്ഷേ എല്ലാവരും ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാവേണ്ടുണ്ടായത്. അപ്പോൾ അവസാനം ഞാനിപ്പോൾ ഈ നിയോഗത്തിൽ ഞാൻ രണ്ടാമത് എൻ്റെ ചിട്ടി ഒന്ന് ക്ലെയിം ചെയ്യാൻ എനിക്ക് പറ്റണേ എന്ന് ഞാൻ നിയോഗത്തിൽ എഴുതി പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടി എല്ലാ ദിവസവും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകിട്ടും തിരികത്തിച്ച് ഞങ്ങൾ ഒരേ സമയത്ത് തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉടമ്പടി എടുത്ത് കറക്റ്റ് ഒരു 1.25 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ ആങ്ങളെ വഴി എനിക്ക് ആ ചിട്ടി ക്ലെയിം ചെയ്യാൻ പറ്റി. എൻ്റെ കടബാധ്യതയുടെ പകുതി എനിക്ക് തീർക്കാൻ പറ്റി. കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് വിസ വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റ് കമ്പനി തന്നെ എനിക്ക് എടുത്തു തന്ന്. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച കാലത്തെ 10 മണിക്ക് എനിക്ക് ഫ്ലൈറ്റാണ് പോകാനായിട്ട്. അപ്പോൾ അമ്മ ഒറ്റക്കാണ്. അപ്പോൾ അമ്മേനെ മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. ഈ ദൈവം അനുഗ്രഹിച്ച ഈ 10-ാം തീയതി ഈ 13-ാം തീയതി രാവിലെ 10 മണിക്ക് എനിക്ക് പോകാൻ പറ്റും. ഞാൻ എല്ലാ തവണ ഞാൻ വരുമ്പോഴും ഞാനിവിടെ നിന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടി വീടിൻ്റെ അടുത്തൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് വെള്ളിയാഴ്ചയാണ് വന്നത്. വെള്ളിയാഴ്ച വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേളാങ്കണ്ണിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമിഴ് പത്രം ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുത്ത് അത്യാവശ്യം ഒരു 4-5 കിറ്റ് ഞങ്ങൾ വാങ്ങിയല്ല എടുത്ത് എത്തിച്ചായിരുന്നു. അറിയാൻ പാടില്ലാത്ത ഹിന്ദുക്കളായിട്ടുള്ള പലർക്കും ഞാൻ ഇത് എത്തിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് TV-യിലും ഈ യൂട്യൂബിലൊക്കെ ഞാനിത് കാണുമ്പോൾ എൻ്റെ ആവശ്യത്തിലധികം ക്യാഷും കൂട്ടുകാരും എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇതിനകത്തൊന്നും തീരെ വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ കളിയാക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഇതൊന്നും നടപടിയില്ലാത്ത കേസാണ്, ആരും ഇതൊക്കെ വെറുതെ പറയണമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. മാതാവിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ നെരിപ്പോടുകളിൽ ഓരോ വ്യക്തികൾ എരിയുമ്പോൾ എങ്ങനെ അവർക്ക് കൃപാസനം അഭയമാകുന്നു. ഈ മകൻ്റെ അനുഭവ സാക്ഷ്യം നാം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. താൻ എങ്ങനെ ഇന്നീ അൾത്താരയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത്. സ്വർഗം തുറന്ന് അമ്മ ഇറങ്ങി വന്ന ഇടം. ഇവിടെ വരുന്ന് ഈ സാക്ഷ്യം പറയുവാൻ ഈ മകനെ സജ്ജനാക്കിയത് എന്താണെന്നുള്ളത് ജപമാല റാലി ഒക്ടോബർ മാസത്തിൽ ഇവിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് ഒത്തിരിയേറെ ലക്ഷക്കണക്കിന് വ്യക്തികൾ പങ്കെടുക്കുന്ന ആ ജപമാല റാലിയിൽ വരാൻ പറ്റാത്തവർ വിദേശത്തും സ്വദേശത്തുമൊക്കെ ആയിരുന്നു പോലും അതിൽ പങ്കെടുക്കുവാനായിട്ട് തങ്ങൾക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ തന്നെ പലരും ബുക്ക് ചെയ്തൊക്കെ പോകുന്ന ഒരു ജപമാല റാലിയാണ് കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് കൃപാസനത്തിൽ ചൊല്ലിക്കൂട്ടിയ ജപമാലകളുടെ എണ്ണം അതിന് ആസ്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ മകന് ജപമാല റാലിയിൽ പങ്കെടുക്കുന്നു. അതിനു മുൻപ് താൻ എങ്ങനെയായിരുന്നു ഈ മകൻ തന്നെ പറഞ്ഞു, ജിതിൻ തന്നെ പറഞ്ഞു, ഞാൻ എല്ലാവരെയും കളിയാക്കിക്കൊണ്ടിരുന്നതാണ്, നിരീശ്വരവാദിയായിരുന്നു എനിക്ക് എല്ലാറ്റിനും ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിബേറ്റ് വരുമ്പോൾ അതിനൊക്കെ ഞാൻ ഫസ്റ്റ് എങ്ങനെയെങ്കിലും വാദിച്ചു നിൽക്കാൻ നോക്കുന്നവനായിരുന്നു. ഇതൊക്കെ ഈ മകൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ എങ്ങനെ വഴിയടഞ്ഞവരുടെ ജീവിതത്തിൽ വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൃപാസനത്തിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുക. തീർത്തും പല സാഹചര്യങ്ങളിലും തനിക്കാരുമില്ല എന്നുള്ള ഓരോ തോന്നലുകൾ ഓരോരോ സാഹചര്യങ്ങളിൽ വരുന്നു. 2022 മുതൽ ഈ മകൻ പുറത്തേക്ക് പോകുവാനായി നോക്കുകയാണ്. അതിനു മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് നാം കേട്ട് കഴിഞ്ഞു. എന്നാൽ തനിക്കൊരു സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാൻ പോലും ആരുമില്ല, ഒരു ചിട്ടി പിടിക്കുവാനായിട്ട്. അങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ വരുന്നു, കടങ്ങൾ ഏറി വരുന്നു. ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നു. തൻ്റെ അമ്മയെ പ്രതി താൻ അതിൽ നിന്ന് മാറി നിന്നു. ഇങ്ങനെയൊക്കെ ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ എങ്ങനെ പിന്നീട് ജപമാല റാലിയുടെ വഴികൾ ജപമാല റാലിയിലൂടെ തുറന്നെന്നും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സാഹചര്യങ്ങൾ പിന്നീട് എങ്ങനെയാണ്
അതിനുശേഷവും ഓരോരോ തടസ്സങ്ങൾ വരുന്നുണ്ട്. നാം അത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് സങ്കീർത്തനം 56:8 തിരുവചനം പറയുക, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ. തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാം വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരമ്മയും ഈശോയുമുണ്ട്. അതാണ് പിന്നീട് ഈ മകന് ബോധ്യമായത്. ഇന്ന് തൻ്റെ ചിട്ടി തനിക്ക് പിടിക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന് സാഹചര്യങ്ങൾ തെളിഞ്ഞു. കടങ്ങൾ പകുതിയിലധികം തീർന്നു. ഇന്നിപ്പോൾ വിസയും ടിക്കറ്റുമൊക്കെ വന്ന് അയർലൻഡിന് പോകുവാണ്. IELTS ഇല്ല. IELTS ഒക്കെ ഇല്ലാതെ കമ്പനി നേരിട്ട് ഈ മകനെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ പ്രാർത്ഥന, ഉടമ്പടി. പിന്നീട് ഈ മകൻ ഇന്ന് എങ്ങനെ മാറിയിരിക്കുന്നു, ഇന്ന് കൃപാസന പത്രം കൊടുക്കുന്നതിനുള്ള തീഷ്ണത എങ്ങനെ വന്നു, കർത്താവിനെ ഏറ്റുപറയുന്നതിന്, സത്യദൈവമുണ്ടെന്ന് ഏറ്റുപറയുന്നതിന് ഈ മകൻ എങ്ങനെ സാധിച്ചു, ഇതൊക്കെയാണ് ഈ മകനെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവിനെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. വിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ ചാലക്കുടിയിലെ മാരാങ്കോട് നിന്നാണ് വരുന്നത്. 2018 ഒക്ടോബർ 12 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തു. പിന്നെ ഞാനത് മാതാവിനോടുള്ള ഉടമ്പടിയിൽ പുതുക്കി നിൽക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. 36 വർഷമായിട്ട് കിട്ടാത്തൊരു പെൻഷൻ എൻ്റെ അമ്മയ്ക്ക് അപ്പച്ചൻ മരിച്ചതിന് ശേഷം 17 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ്. ഞാൻ തിരുക്കുമാരനും മാതാവിനും നന്ദി പറയുന്നു. ആ പെൻഷൻ നേവി അനുവദിച്ചു തരുന്നതിന് പകരം ഞങ്ങൾക്ക് ബാങ്കാണ് ഡയറക്റ്റ് തന്നത്. ഒത്തിരി അത്ഭുതാവഹമായിട്ടുള്ള ഒരു പെൻഷൻ കിട്ടൽ തന്നെയായിരുന്നു അത്. 2018 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. 19 ആദ്യത്തെ പുതുക്കലിന് ശേഷമാണ് ഞങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടി 2018 സെപ്റ്റംബർ തൊട്ടുള്ള പെൻഷൻ തുക അമ്മയ്ക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ 2023 ഡിസംബറിൽ അമ്മ അത് പുതുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോകുന്ന സമയം പെൻഷൻ ബുക്കും ഒരു PPO ഓർഡർ, പാസ്ബുക്ക് എല്ലാം മൊബൈലടക്കം പൈസയൊക്കെ ആയിട്ടൊരു ബാഗിൽ വെച്ച് ഞാൻ അമ്മേനെ 2 വീലറിലാണ് കൊണ്ടുപോയിരുന്നത്. ആ ബാഗ് പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. പക്ഷെ എവിടെ പോയെന്ന് ഞങ്ങൾക്കറിയില്ല. ബാങ്ക് എത്തുന്നതിന് 1/2 കിലോമീറ്റർ അകലെ വെച്ചാണ് ബാഗ് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ഞങ്ങൾ അറിയണത്. അമ്മ ആകെ കരച്ചിലായി. ഞാൻ മിണ്ടാണ്ട് നിൽക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പറ്റണില്ല അമ്മയ്ക്ക്. കാരണം മാതാവ് തന്നതാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൽ അറിയില്ല എന്താണെന്നുള്ളത്. കാരണം നമുക്ക് നേവിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ബാങ്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ അമ്മേനെ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുത്തിയിട്ട് ഞാൻ തിരിച്ച് വണ്ടിയും കൊണ്ട് പോണ വഴിക്ക് ഒരു 15-20 പേർക്ക് ബാഗിൽ മൊബൈലുണ്ട്. അപ്പോൾ ആ മൊബൈലിലേക്ക് റിങ് ചെയ്യിക്കാൻ വേണ്ടി ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ആ ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട് പോണ വഴിക്കോ എല്ലാ മൂലയിലും ഇറങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിലും നമ്പർ കൊടുത്ത് ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം, ഇതൊരു ബാഗിലിരിക്കണ മൊബൈലാണ്, ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടെ പോയി തിരിച്ച് ഞാൻ ഈ അമ്മ നിൽക്കണ സ്ഥലം വരെ എത്തിയിട്ടും ഞങ്ങൾക്കത് കിട്ടിയില്ല. ബാങ്കിൽ പോയി ഞങ്ങളത് അറിയിച്ചു. അപ്പോൾ ATM കാർഡൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. അപ്പോൾ സാറ് പറഞ്ഞു പൈസ ഉണ്ടോ? എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ നോക്കണ്ട, ഇനി കിട്ടില്ല. ഇനിയിപ്പോൾ നല്ല കള്ളനാണെന്നുണ്ടെങ്കിൽ പൈസ എടുത്തിട്ട് ബാക്കി ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ ഇന്നോ നാളെ ഇവിടെ എത്തിച്ചു തരാം, ഡീറ്റെയിൽസ് തന്നിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എപ്പോൾ പോയാലും അമ്മയുടെ ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ പോകാറ്. അപ്പം ഞാനത് എടുത്ത് കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇന്ന് തന്നെ നീ അത് എടുത്ത് തരാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ നിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോലീസ് സ്റ്റേഷനും പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുൻപിലുള്ള വീടിൻ്റെ മതിലിൽ ഈ ബാഗ് ഇരിക്കുന്നു. അത് എന്നാൽ പോണ വഴിക്ക് നിറച്ച് കനാലുകളാണ്, വെള്ളമാണ് നിറച്ച് പൊടിയും ആകതായിട്ട് കിടക്കുക, ചെളിയൊക്കെ ആയിട്ട്. പക്ഷേ ഈ ബാഗിന് ഒരു കേടുപാട് പോലും പറ്റിയിട്ടില്ല. ബാഗ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ ഡോക്യുമെൻറ്റ്സ് അതിലുണ്ട്. ബാഗ് തുറന്ന് നോക്കിയപ്പോൾ മൊബൈലിൽ എല്ലാവരും ഒരു 10-25 മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നുണ്ട്.
അപ്പോൾ അതെങ്ങനെയാണ് അവിടെ വന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ 2 പ്രാവശ്യം വഴി പോയപ്പോൾ ഇതുപോലെ റിങ് ചെയ്തിട്ടും എനിക്ക് ബാഗ് കാണാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല. ഒത്തിരി ആൾക്കാർ, ഒരു 10-100ഓളം പേര് അവിടെ അന്വേഷിച്ചിട്ട്, ഒരു 10 കിലോമീറ്റർ ദൂരം അന്വേഷിച്ചിട്ട് കാണാത്ത ആ സാധനം, ആ ബാഗ് ഒരു പൊടി പോലും ആകാതെ ഒരു വെള്ള മതിലിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് തന്നെ ആകെ ഞെട്ടലായിപ്പോയി. അപ്പോൾ അമ്മയുടെ സന്നിധിയിൽ ഈ സാക്ഷ്യം ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ മാതാവ് തരുന്നുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് വയലൻ്റ് ആവണ ആളാണ്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല, എൻ്റെ സ്വഭാവം മാറും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. അപ്പോൾ എല്ലാവരും പറയും ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കുറേ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ. ഇപ്പം എന്താ അത് പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഇപ്പം ഞാൻ നിർബന്ധ ബുദ്ധിയാണ്. കാരണം പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളിൽ മാത്രം. അപ്പം എല്ലാവരും പറയണത് ഇവളെന്താ ഇങ്ങനെ, ഇവളെന്താ നമ്മുടെ കൂടെ ചേരാത്തേന്നുള്ള ഒരു ഇത്. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ കൗൺസിലർ പറഞ്ഞു തന്നു, നമ്മൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് വിലയുള്ളവരായി തീരുന്നത് കൊണ്ടാണെന്ന്. അതൊരു പുതിയ തിരിച്ചറിവായിരുന്നു. കാരണം നമ്മൾ ഫാമിലി ഫങ്ഷനൊക്കെ പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിലൊന്നും, മുമ്പൊക്കെ ഞാൻ ലീഡർഷിപ്പ് കൊടുത്തിരുന്നതെന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അത് മാതാവ് തന്ന ഒരു അനുഗ്രഹം തന്നെയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് നമ്മുടെ ഉടമ്പടി പത്രം ഞാൻ ഹോസ്പിറ്റലുകളിലും അതുപോലെ യൂണിയൻകാർ, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, അവരുടെ ഇടയിലൊക്കെ പോകും. അപ്പോൾ പലരും പല രീതിയിലാണ് കമൻസ് പറയാം. വലിയ മാതൃഭക്തിയാണല്ലോ. ഞാൻ പറഞ്ഞു അതെ, അതിലെനിക്ക് വിശ്വാസവും അഭിമാനവും ഉള്ളൂ എന്ന് ഞാൻ പറയും. ചിലർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വേണ്ട, താല്പര്യമില്ല എന്ന്. ചിലപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെയായിരിക്കും അങ്ങനെ പറയണത്. അപ്പം ഞാൻ പറയും നന്ദി, കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നതാണ്, നന്ദി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോരും. ഉടമ്പടി തൈലവും അതുപോലെ ഉപ്പും തേനും ഉപയോഗിച്ചിട്ട് ഒത്തിരി അനുഭവങ്ങളാണ്. ഞങ്ങളുടെ വീട് 3 നിലയായിട്ടാണ്. അതിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് കയറണ ഭാഗത്ത് ചാരുബെഞ്ചുണ്ട്. അത് ഏകദേശം ഒരു 6 അടി ഹൈറ്റിലാണ് താഴേന്ന് നിൽക്കുന്നത്. എൻ്റെ മകൻ തമാശയ്ക്ക് ഈ ചാരുബെഞ്ചിൽ നിന്ന് എടുത്ത് നിലത്തേക്ക് ചാടാറുണ്ട്. അവനൊരു 10-16 വയസ്സുള്ളപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ എടുത്ത് ചാടി ഇവൻ്റെ കാല് വന്ന് ഈ ചാരുമ അടിച്ചുകൊണ്ട് ഇവൻ തലയും കുത്തി മറിഞ്ഞു വീണു. അവൻ്റെ എളിഭാഗമൊക്കെയാണ് നിലത്ത് കുത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കളിയാക്കേണ്ട പേടിക്ക് അവിടെ നിന്ന് എനിക്ക് വന്ന് കിടന്നു. പക്ഷേ രാത്രി 11 മണിയായപ്പോൾ അവനെ എനിറ്റു. കാരണം അവന് കിടന്നു കൊടുത്തുനിന്ന് കാല് നീർത്താൻ പറ്റണില്ല, തിരിയാൻ പറ്റണില്ല, എനിക്ക് നിൽക്കാൻ പറ്റണില്ല, നടുവ് നിവർത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞ് കരച്ചിലായി. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, കാരണം മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഉപ്പും തൈലവും കൂടി പുരട്ടി കൊടുത്തു. ഞാൻ പറഞ്ഞു വേദന ഉണ്ടാവും, വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ ഒരു ജപമാല ചൊല്ലി പൂർത്തിയാക്കാൻ പറഞ്ഞു. അതോടുകൂടി അവൻ കിടന്നുറങ്ങി. എനിക്കെന്തോ ഒരു അമ്മയായിട്ടും ഒട്ടും ടെൻഷൻ ഉണ്ടായില്ല, ആദ്യമായിട്ടായിരുന്നത്. പക്ഷെ നേരം വെളുത്തപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അമ്മയെന്ന് ചോദിച്ചിട്ട് സാധാരണ എനിക്ക് വരണ പോലെ എനിക്ക് വന്നു. ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയാൽ 5-6 ആഴ്ച റെസ്റ്റും ട്രീറ്റ്മെൻറ്റും ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട ഒരു കേസ് മാതാവിൻ്റെ വിശുദ്ധമായ ഉടമ്പടി തൈലത്തിലൂടെ ഉപ്പിലൂടെയും എനിക്ക് സൗഖ്യം തന്നപ്പോൾ അതിനു മുന്നിലും ഞാൻ ശിരസ വഹിക്കുന്നു. ഇതുപോലെ റബ്ബർ ബന്ദ് തറിച്ചു കൊണ്ടിട്ട് കണ്ണിൻ്റെ കാഴ്ച 70% നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കൊടുത്ത് മാതാവിൻ്റെ ഉടമ്പടി തൈലം 2 തുള്ളി ഒഴിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു കണ്ണിൻ്റെ കാഴ്ച 70% തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ മകള് 2ാമത്തെ മകളാണിത്, കാതറിൻ റോസ്. ആളുടെ SSLCയുടെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ പേര് കാതറിൻ. ഞാൻ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിക്കണ. ഞാൻ കഴിഞ്ഞ കൊല്ലം SLCയിലായിരുന്നു. ഈ കൊല്ലം ഞാൻ +1ക്കാണ്. SLCയിൽ എക്സാം ഇവിടെ എഴുതാൻ ആളും 10 എക്സാമിൽ ബാക്കിയുള്ള എല്ലാ എക്സാമും എനിക്ക് നല്ലവണ്ണം എഴുതാൻ പറ്റേണ്ടായിരുന്നു. പക്ഷേ കെമിസ്ട്രിയിൽ എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷേ കെമിസ്ട്രി പഠിച്ചപ്പോഴും ബാക്കിയുള്ള എല്ലാ വിഷയവും പഠിക്കാൻ എനിക്ക് ഒട്ടും കുഴപ്പമുണ്ടായില്ല. കെമിസ്ട്രിയിൽ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സായിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്തപ്പോഴേക്കും എൻ്റെ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോയി. കാരണം ഞാൻ എഴുതിയത് ഫുള്ളും മണ്ടത്തരായിരുന്നു. 40 മാർക്കിൻ്റെ എക്സാമിൽ എനിക്ക് വെറും 29 മാർക്ക് മാത്രമേ എൻ്റെ വെറും ശരിയായിട്ടുണ്ടായുള്ളൂ. ഞാൻ വീട്ടിൽ വന്ന് ആൻസർ കീ നോക്കിയപ്പോഴേക്കും എനിക്ക് 29 മാർക്ക് തന്നെ ഉള്ളൂ. ബാക്കി എഴുതിയത് ഞാൻ ഫുള്ളും പൊട്ടത്തരങ്ങളാണ്.
എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് അന്ന് തന്നെ പ്രാർത്ഥിച്ചു. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും എനിക്ക് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ റിവാലുവേഷൻ ഞങ്ങളുടെ SLCയുടെ റിസൾട്ട് വന്നു. അപ്പോൾ എനിക്ക് 9 A+ഉം ഒരു A ഗ്രേഡായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും 9 A+ഉം കെമിസ്ട്രിയിൽ മാത്രം A ഗ്രേഡും. ഞാൻ B+ പ്രതീക്ഷിച്ചിട്ടുണ്ടായുള്ളൂ. പക്ഷേ മാതാവ് എനിക്കത് A ആയിട്ട് തന്നു. പിന്നെ എനിക്ക് 3 മാർക്ക് മാത്രമേ A+ൽ നിന്നുണ്ടായിരുന്നേ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. വിശ്വാസം ഉണ്ടെങ്കിൽ നീ റിവാലുവേഷന് കൊടുക്ക്, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് ഫുള്ളും തെറ്റായിരുന്നു. 29 മാർക്ക് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അതെങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ അമ്മച്ചി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ രൂപകൂടിലിരുന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ എൻ്റെ എക്സാം പേപ്പർ റിവാലുവേഷന് കൊടുക്കുന്നത് ടീച്ചേഴ്സിൻ്റെ കയ്യിലല്ല, മാതാവിൻ്റെ കയ്യിലാണ് കൊടുക്കണേ. നീ മാതാവ് എനിക്ക് മാർക്ക് തന്നാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ കയ്യിലാണ് എൻ്റെ റിവാലുവേഷൻ്റെ പേപ്പർ കൊടുത്തത്. ഞങ്ങൾക്ക് 29-ാം തീയതിയാണ് ഞങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് വരുന്നു പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് അത് 27-ാം തീയതി വന്നപ്പോഴേക്കും എനിക്കപ്പോഴും പ്രതീക്ഷ ഉണ്ടായില്ല. 29 മാർക്ക് എങ്ങനെ 36 ആവും? എനിക്ക് നല്ല പേടിയായിരുന്നു. കിട്ടില്ല എന്ന് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മയ്ക്കും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസത്തോടു കൂടെ ഞങ്ങൾ റിവാലുവേഷൻ്റെ നോക്കിയതിൽ ഫുൾ A+ ആയി, 9 A+, അങ്ങനെ 10 A+ ആയി. മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഈ ഒരു സാക്ഷ്യം പ്രാർത്ഥനയിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, നഷ്ടപ്പെട്ട് തിരികെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സാക്ഷ്യത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സെൻറ്റൻസ്, ഉടമ്പടി എടുത്തേക്കാം എന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു പ്രത്യേകമായൊരു ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ടെന്ന് ഒരുപാട് സാക്ഷ്യങ്ങളുടെ ആദ്യത്തെ ഭാഗത്ത് അവർ പറയുന്നൊരു വാക്കിതാണ്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ജീവിതത്തെയും സാക്ഷ്യം പറയാമെന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും അത് പിന്നീട് അവർ ഈ ഒരുപാട് ഇവിടെ ഫ്ലൈറ്റ് പിടിച്ചും ദൂരെ നിന്നുമൊക്കെ ഒരുപാട് ഈ ഒരു ഒറ്റ സാക്ഷ്യം പറയുവാനായിട്ടൊക്കെ എത്തിച്ചേരുന്നുണ്ട്. കാരണം അത്രത്തോളം ഈ സാക്ഷി ജീവിതത്തെ, ഉടമ്പടി ജീവിതത്തെ ദൈവപിതാവ് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ കൂടുതൽ ശക്തിയോടെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകത്തിന് മുഴുവൻ ഒരു വലിയൊരു അനുഭവമാകണം. ഈ കൃപാവര പദ്ധതി അനേകരിലേക്ക് എത്തിച്ചേരണമെന്ന് ബോധ്യത്തോടെ പറയുവാനായിട്ട് ആളുകൾ ഉണ്ടാവണമെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്വർഗീയ നിയോഗം ഇതിൻ്റെ മേലുണ്ട് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് ലഭിച്ചിട്ടുള്ളൊരു വിശുദ്ധീകരണമാണ്. നിങ്ങൾക്കറിയാം, ഉടമ്പടി ഒരു വ്യക്തിയുടെ ഭൗതികമായ കുറേ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയല്ല, അതിനേക്കാളും അപ്പുറം ആ വ്യക്തി തന്നെ. ഇപ്പം ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പം ഏറ്റവും അവസാനം ചിലയിടത്തു നിന്നൊക്കെ, ചില സോഷ്യൽ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ നിലപാടെടുത്ത് മാറി നിൽക്കുമ്പോൾ ഇവിടുത്തെ കൗൺസിലർ വ്യക്തമായിട്ട് തന്നെ അതിനെ ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട്. ചില ദൈവികമായ നിലപാടുകൾ എടുക്കുമ്പം ചില സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും, ചില സൗഹൃദങ്ങൾ ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോഴൊക്കെ ചിലയിടത്തൊന്നും എല്ലാവരെയും പോലെ പോകുവാനും അപ്പം ഇതൊരു വിശുദ്ധിയാണ്. അപ്പോൾ അത് ഒഴിവാക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിലയുള്ളവനാകുന്നു. ഇപ്പോൾ ആ കൗൺസിലർ വളരെ വ്യക്തമായിട്ട് ഉടമ്പടിയുടെ അനുഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ദൈവത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന വേദനയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസവും അല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്ന കർത്താവും നമ്മുടെ ജീവിതവും അനുഭവമായിട്ട് ബന്ധമുണ്ടാകുന്നു. അപ്പം അങ്ങനൊരു ബോധ്യം അപ്പം ഈ സുഹൃത്തുക്കളെക്കാളും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൻ്റെ ഒരു സന്തോഷത്തിനേക്കാളും മുകളിലാണ് ദൈവം എന്ന് മനസ്സിലാക്കുന്ന ഒരു ആൾക്കാണ് ഇങ്ങനൊരു നിലപാടെടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനൊരു ബോധ്യം ഒരു പക്ഷേ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ ശക്തിയാണ്. ഇത് മറ്റേ സാക്ഷ്യത്തിന് മുകളിൽ നിൽക്കുന്ന ഒരനുഭവമാണ്. മൂന്നാമത്തെ മകളുടെ കാര്യം പറയുമ്പോഴും നമ്മൾ ഫുൾ A+ കിട്ടി എന്നുള്ളതല്ല സാക്ഷ്യം എന്നത് അവൾക്ക് കൃപയിൽ അല്ലെങ്കിൽ തൻ്റെ മെറിറ്റ് അല്ലാതിരുന്നൊരു കാര്യം പ്രാർത്ഥിച്ച് ഈ മകളുടെ വിശ്വാസവർദ്ധനവിന് വേണ്ടി ദൈവം സാധിച്ചു കൊടുത്തുന്നുള്ള ദൈവത്തിൻ്റെ കൃപയിൽ. ഒരുപക്ഷെ നാളെ എല്ലാ സാഹചര്യത്തിലും ഈ മകൾക്കൊരു റെഫറൻസ് ഉള്ളത് മാതാവ് കണ്ണുനീരൊഴുക്കി ഈശോയോട് പ്രാർത്ഥിക്കുമ്പം ദൈവം എൻ്റെ കൂടെ നിൽക്കുമെന്ന് തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ ഒരു പക്ഷേ ദൈവത്തിന് സംസാരിക്കാൻ ഈ മാർക്കായിരിക്കും. അതിപ്പം എല്ലാ മാർക്കുകളും പരീക്ഷകളും നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അടയാളങ്ങളും അത്ഭുതങ്ങളും ഈശോ പ്രവർത്തിച്ചത് വിശ്വാസം വർദ്ധിപ്പിക്കുവാനാണ്. അല്ലെ സാഹചര്യങ്ങൾ കാരണം ഇനിയും അടയാളങ്ങൾക്ക് ശേഷം ഇനി പ്രതിസന്ധി ഉണ്ടാകത്തില്ലെന്നോ പരീക്ഷയിൽ മാർക്ക് കുറയത്തില്ല, അതൊന്നും അല്ല. വിഷയം വിശ്വാസമാണ്, എവിടം വരെയുള്ള നിത്യജീവൻ വരെ. അപ്പോൾ ഈ ഒരു ബോധ്യമാണ് ഈ സാക്ഷ്യത്തിൽ
അപ്പം ഏറ്റവും അവസാന ഉടമ്പടി വസ്തുക്കളിലൂടെ മക്കൾക്ക് ലഭിച്ച അപ്പം ഒരു സൗഖ്യവും വിജയവും അനുഭവവും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ സാക്ഷ്യം കേൾക്കുവാൻ ദൈവം അനുവദിച്ചു. ഏറെ പ്രത്യേകിച്ച് ഇവർക്ക് നൽകിയ എല്ലാ ഉടമ്പടിയുടെ ജീവിതത്തെ പ്രത്യേകിച്ച് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഒരു ഭയം തോന്നുന്നില്ലെന്ന് പറഞ്ഞു, ഒരു വെയ്റ്റ്ലെസ്നെസ്, അതൊക്കെ ഉടമ്പടിയുടെ ഭാഗമാണ്. ഒരുപാട് സാക്ഷ്യങ്ങളാവും. അതെല്ലാം ഉടമ്പടിയുടെ ഒരു വാഗ്ദാനമായിട്ട് ലഭിക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം ലഭിച്ചതിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. 2/8 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് എൻ്റെ ഈ സഹോദരന് വേണ്ടിയാണ്. ഈ മകനൊരു നടുവേദന വരികയും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിക്കുകയും മഞ്ഞപ്പിത്തം മൂലം ലിവർ ഫുൾ പോവുകയും കൊട്ടിയം ഹോളി ക്രോസിൽ കൊണ്ടുപോയി കാണിച്ച് അവിടെ അഡ്മിറ്റാക്കി. ഡോക്ടർമാർ മരുന്നുകളെല്ലാം കൊടുത്തിട്ടും ഒരു കുറവുമില്ല. 2-3 ലിറ്റർ വീതം വെള്ളമാണ് വയറ്റിൽ നിന്ന് കുത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഈ മകൻ്റെ ശരീരത്ത് മരുന്നുകളൊന്നും ഇനി ഫലിക്കുന്നില്ല, ഡിസ്ചാർജ് ആക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഈ മകനെ ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ നിന്നും അവന് വീണ്ടും അസുഖം കൂടുതലായി, വയറൊക്കെ പെരുകി, നടക്കാൻ വയ്യ, ശ്വാസം മുട്ടലുണ്ടായി. അതുമൂലം തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കുകയും അവിടെ 2 ആഴ്ചയോളം കിടന്ന് അവിടെയും പറഞ്ഞു ഈ മകൻ മരിക്കാറായി, അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ചോളൂ എന്ന് പറയുകയും 2 ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഈ മകൻ്റെ കാലാവധി, എല്ലാവരെയും അറിയിപ്പിക്കുക. ആംബുലൻസും വിളിച്ചു നിർത്തി എൻ്റെ അമ്മയുടെ നിന്ന് ഒപ്പുകളെല്ലാം എഴുതി വാങ്ങി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ തൈലം കൊണ്ടുപോയി ഈ മകൻ്റെ വയറ്റിൽ പുരട്ടുകയും അപ്പോഴേക്കും ഈ മകനെ സീരിയസ് വാർഡിൽ കയറ്റിയിരുന്നു. മരിക്കുന്നവരുടെ ഒരു വാർഡാണ് അവിടെ. തൈലം പൂശി ഡോക്ടർ പറഞ്ഞു, ചേച്ചി ഇരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവം മാത്രമേ ഉള്ളൂ ഇനി നമുക്കൊരാശ്രയമെന്ന് പറഞ്ഞു. ഇവനെ കണ്ടാൽ എണ്ണീറ്റ് നടക്കില്ല, ഒന്നുമില്ല, സ്ട്രെച്ചറിലാണ് കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് നമ്മയുടെ പരിശുദ്ധ തൈലം ഈ മകൻ്റെ വയറ്റിൽ പുരട്ടുകയും അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ചേച്ചി പോയി ഒരു കന്നാസ് മേടിച്ചുകൊണ്ട് വയറ്റിൽ നിന്ന് നമുക്ക് വെള്ളം കുത്തിയെടുക്കുമ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയി കന്നാസ് മേടിച്ചുകൊണ്ട് വന്ന. ഡോക്ടർ വന്നു, ഇഞ്ചക്ഷൻ എടുത്തു, വെള്ളം കുത്തിയെടുക്കാൻ നോക്കി. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലെ ഈ മകൻ്റെ വയറ്റിൽ നിന്ന് വന്നില്ല. ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത്. വീണ്ടും നോക്കി, എന്നിട്ടും വന്നില്ല. അവിടെ നിന്ന് അത്ഭുതം എൻ്റെ മാതാവ് കാണിച്ചു. പിന്നെ മഞ്ഞപ്പിത്തം 30 ഡോക്ടർ പറഞ്ഞു ഒരു തുള്ളി ഉപ്പ് പോലും ഈ മകന് കൊടുക്കാൻ പാടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഈ മകന് കൊടുക്കുന്ന കഞ്ഞിയിൽ ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ ഉപ്പ് ഞാൻ കലർത്തി ഈ മകന് കൊടുക്കുമായിരുന്നു. ടെസ്റ്റുകളെല്ലാം നടത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാണ് കൊണ്ടുവരുന്നത്. ആ ടെസ്റ്റുകളിലെല്ലാം മഞ്ഞപ്പിത്തവും കുറഞ്ഞു. 13 12 7 ദൈവത്തിന് സ്തോത്രം. 2 ആഴ്ച കൊണ്ട് ഈ മകനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുകയും അമ്മ മാതാവിൻ്റെ മുമ്പിൽ വരുവാനിടയാക്കുകയും ചെയ്ത എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി, എൻ്റെ 2ാമത്തെ ബ്രദർ ഭയങ്കര മദ്യപാനിയായിരുന്നു. വീട്ടിലൊരു ശല്യമായിരുന്നു. അവന് ഞാൻ എൻ്റെ അമ്മയുടെ ഉപ്പ് കലക്കി കൊടുത്തു. 1 വർഷമായിട്ട് ആ മകന് മദ്യപാനവുമില്ല. വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും നേരത്തെ വീട്ടിൽ വരികയും ചെയ്യുന്നു. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാത്തതിനായിരുന്നു. അതും എനിക്ക് ശരിയായില്ല എങ്കിലും ആ സാറ് വിളിച്ച് പറഞ്ഞു കുറേശ്ശെ ഫീസ് അടച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മകൾ 2nd third ഇയറാണ്. 2 വർഷത്തെ എക്സാം കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുണ്ട്. പിന്നെ എനിക്ക് നേരത്തെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റാവുന്നതിൻ്റെ കാരണം എൻ്റെ ഫാദറിന് സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ക്യാൻസറായിരുന്നു. ഇപ്പോൾ 5 മാസമായതേ ഉള്ളൂ മരിച്ചിട്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. രോഗികളെ കാണാൻ പോകുന്നുണ്ട്, അവരെ നോക്കാറുണ്ട്. എല്ലാ രോഗികൾക്കും ഞാൻ ഭക്ഷണങ്ങൾ എനിക്കില്ല എങ്കിലും എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ അവർക്ക് മാസം കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒട്ടും നടക്കാൻ വയ്യാത്തവരെ അവർക്കിവിടെ അമ്മയെ മാതാവിനെ കാണണമെന്ന് പറയുമ്പോൾ ഞാനിവിടെ വന്ന് വണ്ടിയിൽ അവരെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിക്കുകയും എല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഈ സഹോദരനെ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഇതിന് എനിക്ക് എൻ്റെ അമ്മയോട് ഞാൻ കൂടാനുകൂടി നന്ദി സ്തോത്രവും പറയുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഞാൻ നിർത്തുന്നു.
പരിശുദ്ധമ്മയുടെ മധ്യസഹായത്താൽ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം തൻ്റെ സഹോദരന് വേണ്ടി സഹോദരിയാണ് സാക്ഷ്യം പറഞ്ഞത്. ഈ അൾത്താരയിൽ ഒരുപാട് പേര് ഇതുപോലെ ICUവിനും വെൻറ്റിലേറ്ററിൽ നിന്നുമൊക്കെ വന്ന് നിൽക്കുവാനായിട്ട്, അല്ല പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അനുഭവം പറയുവാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുവാനായിട്ട് അമ്മ മാതാവ് മധ്യസ്ഥം സഹായിച്ച് സാധിക്കുന്നുണ്ട്. അപ്പം വ്യക്തമായിട്ടൊരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട്. കാരണം 2 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു അവസാന വാക്കിൽ നിന്നാണ് ഇനി അൾത്താര വരെ, അല്ലെങ്കിൽ അൾത്താരയിൽ വന്ന് നിൽക്കുവാൻ തക്കവിധം ദൈവം ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നുള്ളത്. അപ്പം ഈശോ ഈ സാക്ഷ്യത്തിലൂടെ പറയുന്ന 2 കാര്യങ്ങളിലൊന്ന്, ഒരു മനുഷ്യനെക്കുറിച്ച് അവസാനത്തെ വാക്ക് പറയേണ്ടത് ദൈവമാണ്, അതിനായകനായവൻ സർവശക്തനായ തമ്പുരാനാണെന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ സാക്ഷ്യത്തിലുണ്ട്. രണ്ടാമത്തേത്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം മാതാവ് സ്ഥിരീകരിക്കുവാനായിട്ട് വലിയ വലിയ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ 2 കാര്യങ്ങളും ഏറെ പ്രത്യേകിച്ച് അതിന് വ്യക്തമായിട്ടൊരു ബോധ്യം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ 2 പേർക്കും ആ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇന്ന് സമയം കണ്ടെത്തി സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ വലിയൊരു ദൈവിക ഇടപെടലിനെ പ്രതിയും ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കും. ഒപ്പം ഇദ്ദേഹത്തിന് നൽകിയ ആ വലിയ സൗഖ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവപിതാവിന് നന്ദി പറയാം. എൻ്റെ പേര് അൽദിയ ബേബി ജോൺ. ഞാൻ പട്ടണം വ്യാകുലമാത ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ കുടുംബത്തിന് മാതാവും ഈശോയും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എൻ്റെ അപ്പനും അനിയനും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്ക് മാതാവിലൂടെ കിട്ടിയ സാക്ഷ്യം, എനിക്ക് കോവിഡ് വന്നതിന് ശേഷം ഒരു 6 മാസത്തോളം എനിക്ക് ഒരു ചുമ പിടിപെട്ടു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, പക്ഷേ എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. എപ്പോഴും ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, എപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ ചേച്ചിയോട് എൻ്റെ അമ്മ പറഞ്ഞു, എപ്പോഴും മെഡിസിൻ അവൾക്കില്ലാണ്ട് പറ്റില്ല, ഇത് വന്നിട്ട് ഈ ചുമ വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസത്തോളം ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശ്വാസം ഭയങ്കര എടുക്കാൻ പറ്റില്ല, കണ്ണൊക്കെ മറയും, അങ്ങനെ ഒരു എന്താ പറയുക മരിക്കാൻ പോകുന്നൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെപ്പോലെ ആയിരുന്നു. അങ്ങനെ മെഡിസിനിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മച്ചി ഇങ്ങനെ അമ്മയുടെ ചേച്ചിയോട് പറഞ്ഞു, ഇങ്ങനെ അവൾക്ക് എപ്പോഴും ഇങ്ങനെ ഈ ചുമയാണ്, അപ്പോൾ അത് മാറുന്നില്ല, അലോപ്പതി ഹോമിയോപ്പതി എല്ലാ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും എൻ്റെ അസുഖത്തിന് എന്താ എൻ്റെ അസുഖമെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ എൻ്റെ അമ്മയുടെ ചേച്ചി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ മാതാവിനോട് നേരാ, എൻ്റെ മകളുടെ അസുഖം മാറ്റി തന്നാൽ ഞാൻ എൻ്റെ മകളെയും കൂട്ടി ഇവിടെ വരാമെന്ന് നേരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മച്ചി ഇവിടെ വന്ന് അമ്മയുടെ ചേച്ചിയുടെ കൂടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഇങ്ങനെ എനിക്കിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുമ വന്നപ്പോൾ ഇങ്ങനെ അമ്മച്ചി എനിക്ക് മാതാവിൻ്റെ തൈലം തന്ന് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞ് ലെൻസിന് എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞ്, അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ലെൻസിന് വേര് ചുരുങ്ങുന്ന അസുഖമാണ്, ബ്രോങ്കൈറ്റിസ് ആണ്. അങ്ങനെ അൻവിൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ആ അസുഖം കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 2 ആഴ്ചത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. എത്ര ഇതാക്കിയിട്ടും മാറുന്നുണ്ടായില്ല. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും എൻ്റെ മകൾക്ക് ഈ അസുഖം വരരുതമ്മേ, ഞാനിവളെ അമ്മയുടെ നടയിൽ അടിമയിരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു, എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാനൊരു അല്പവിശ്വാസിയായിരുന്നു. ഞാൻ എപ്പോഴും അമ്മയോട് പറയും, അമ്മച്ചി എപ്പോഴും ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും, ഇവിടെ കച്ചവട അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ അമ്മച്ചി പറയും അങ്ങനെ പറഞ്ഞുകൂടാന്ന് പറയും. അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ മാതാവ് എനിക്കിങ്ങനൊരു ശിക്ഷ തന്നു. പക്ഷേ എനിക്കത് മനസ്സിലായി. പിന്നീട് എൻ്റെ അസുഖം അമ്മ മാറ്റി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന്. അങ്ങനെ ഞാൻ അമ്മയോട് മാപ്പ് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, പിന്നെ എനിക്കത് കഴിഞ്ഞ് 1 വർഷം ആയി. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം മാറ്റി തന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ ബാത്റൂം പുറത്താണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ എൻ്റെ കാലിൽ എന്തോ കടിച്ചപ്പോഴത്തേനും ഞാൻ
അമ്മച്ചിയോട് വന്നിട്ട് പറഞ്ഞു, അമ്മച്ചി എന്നെ എന്തോ കടിച്ചു, എന്നതാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവർ പറഞ്ഞു ഇത് പാമ്പ് പോലെ എന്തോ കടിച്ചേക്കുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഫുള്ള് എന്നെ ഉറക്കാതെ ഞാൻ ഉറങ്ങിപ്പോകുമ്പോഴൊക്കെ അമ്മ എന്നെ ഇങ്ങനെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അമ്മച്ചി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് എൻ്റെ മോളെ എന്താ കടിച്ചതെന്ന് എനിക്കറിയത്തില്ല, നീയായിട്ട് തന്നതാണ് എൻ്റെ മോളെ, എനിക്ക് നീയായിട്ട് എടുക്കുവാണേൽ എടുത്തോ, പക്ഷേ എന്താ കടിച്ചതെന്നുള്ളത് നീ എനിക്ക് തെളിയിച്ച് തരുമോ പറഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പൊട്ടിയോടത്ത് തൈലം പൂശി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അറിയുന്നത് എലിയ കടിച്ചെന്നുള്ളത്. അങ്ങനെ വലിയൊരു അനുഗ്രഹം, വലിയൊരു ഇതിന്ന് മാതാവിനെ രക്ഷിച്ചു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും പഠിക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 വരെ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഉഴപ്പായിരുന്നു, ഞാൻ പഠിക്കത്തില്ലായിരുന്നു. കാരണം എനിക്കിഷ്ടമല്ലാത്ത കോഴ്സായിരുന്നു എൻ്റെ അമ്മച്ചി എന്നെ കൊണ്ട് ഇടിപ്പിച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ പഠിക്കത്തില്ല, കാരണം എൻ്റെ ഒരു ഇഷ്ടത്തിനല്ലല്ലോ എനിക്ക് ഈ കോഴ്സ് എടുത്ത് തന്നേന്ന് പറയുമായിരുന്നു. അപ്പോൾ അമ്മച്ചി പറയും ഞാൻ ഒരു കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ നല്ലൊരു ഇതുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും പാടുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്, ഷോർട്ട് ഹാൻഡ്. അത് എത്ര പഠിച്ചാലും എനിക്ക് തലയിൽ കയറത്തില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ആ കോഴ്സിൽ ചേർന്ന് ഫസ്റ്റ് സെമ്മിന് എക്സാം വന്നു, എനിക്ക് സപ്ലി വന്നപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി. കാരണം ഇനി ഞാൻ പാസ്സാവില്ല എന്നുള്ളൊരു ഇതെനിക്ക് വന്നു. അത് കഴിഞ്ഞു സെക്കൻഡ് സെമ്മിലും ഞാൻ ഇതുപോലെ എക്സാം എഴുതി, ഞാൻ അതിലും ഫെയിലായി. ഷോർട്ട് ഹാൻഡ് ആയിരുന്നു മെയിനായിട്ട് ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എക്സാം എഴുതാനായിട്ടും ഭയങ്കര ഡൗൺ ആയിപ്പോയി. കാരണം ഇനി എഴുതി കഴിഞ്ഞാലും ഞാൻ പാസ്സാവില്ല എന്നൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് സെമ്മിൽ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം എഴുതാനായിട്ട് ഒരു ഇത് കിട്ടി. അപ്പോൾ ഞാനത് എഴുതാൻ വേണ്ടിയിട്ട് സപ്ലൈ എഴുതാൻ പോയപ്പോഴത്തേനും അമ്മച്ചി എനിക്ക് മാതാവിൻ്റെ കാശ് രൂപവും തൈലവും ഉപ്പും തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മച്ചി, മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ പോയി എഴുതിക്കോളാം എന്ന് പറഞ്ഞു. അത് നിരസിച്ചതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, ആ സെം എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ആ സെമ്മിൽ ഞാൻ തോറ്റുപോയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എഴുതാൻ പറ്റിയത് തേർഡ് സെമ്മിലായിരുന്നു. തേർഡ് സെമ്മിൽ ഞാനിതുപോലെ ഫസ്റ്റ് സെമ്മിൽ എക്സാം എഴുതാൻ പോയപ്പോഴത്തേനും അമ്മച്ചി ഇതുപോലെ തന്നെ എനിക്ക് തന്നു വിട്ടു. അപ്പോൾ ഞാനത് മേടിച്ചു. എക്സാം ഹോളിൽ ചെന്ന് എക്സാമിൽ എഴുതാനിരിക്കുന്നിടത്ത് ഉപ്പ് ഇട്ടു. അതേപോലെ തന്ന പേപ്പറിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ട് മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ ആ എക്സാം എഴുതി. ഞാൻ ആ ഫസ്റ്റ് സെം എക്സാം പാസ്സായി. പിന്നെ ബാക്കിയുള്ള എക്സാംസൊക്കെ എഴുതിയേക്കെന്ന് അമ്മ എന്നെ കാക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ പ്ലേസ്മെൻറ്റ് വഴി എനിക്ക് ജോലി കിട്ടി. കാരണം ഒരു സപ്ലി ഉള്ള ഒരു വ്യക്തിക്ക് പ്ലേസ്മെൻറ്റ് വഴി ഒരിക്കലും ജോബ് കിട്ടില്ല. എൻ്റെ കോളേജിൽ നിന്ന് ഞങ്ങൾ 2 പേരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അൽഫീന, അവളും ഞാനും കൂടെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി മൂവാറ്റുപുഴയിൽ. ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ പോയത്. 4 ഇൻ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ 4 കമ്പനീസായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അമ്മച്ചി കിട്ടുമോയെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം സപ്ലി ഉണ്ട്, എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞു. 4 കമ്പനിയിൽ ഞാനിങ്ങനെ ചെന്നപ്പോഴത്തേനും അമ്മച്ചി എൻ്റെ ഡോക്യുമെൻറ്റ്സിലൊക്കെ മാതാവിൻ്റെ തൈലം പൂശി തന്നു, കാശ് രൂപവും തന്നു. എന്നിട്ട് ഞാനും എൻ്റെ പപ്പയും കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോഴെൻ്റെ പപ്പ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു, നിനക്ക് കിട്ടും, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, അപ്പം നിനക്ക് കിട്ടും എന്നുള്ളൊരു ഇതായിരുന്നു. അമ്മായും പപ്പായും മോട്ടിവേഷനായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അമ്മേനെയും പപ്പേനെയും ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ കയറുവാണ്, എനിക്കറിയത്തില്ല, അമ്മ പ്രാർത്ഥിക്കണം, പപ്പ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞു ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 4 കമ്പനീസിലെയും ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പാസ്സായി. ഞാനിപ്പോൾ SFO കളമശ്ശേരി SFO കമ്പനിയിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുവാണ് അവിടെ. അപ്പോൾ ഇത്രയും നല്ലൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്നതിൽ ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുന്നു. ഇപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പുതുക്കി ഇപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് അർപ്പിക്കുന്നു. ഈ മകൾക്ക് പിന്നീട് പ്ലേസ്മെൻറ്റ്, അതായത് എല്ലാം നാം വിവരിച്ച് കേട്ടതാണ്. അപ്പോൾ ആ മകളുടെ രോഗസൗഖ്യമാണ് ആദ്യം രോഗം കണ്ടുപിടിക്കാൻ തന്നെ കാരണമാകുന്നത് എങ്ങനെയാണെന്നും പിന്നീട് തനിക്ക് ഒരു സപ്ലിയുള്ള തനിക്ക് പ്ലേസ്മെൻറ്റിലൂടെയൊക്കെ ഒരു ജോലി ലഭിക്കുക, അതൊന്നും തൻ്റെ കൈയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല, അങ്ങനെയൊന്നും നടക്കാനേ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക്
ഈ മകൾക്ക് ലഭിച്ചത് എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ ഈശോയെ പ്രഘോഷിക്കുമ്പോൾ തീർച്ചയായും ഇതൊക്കെ ഇനി തൻ്റെ ജീവിതത്തിൽ മുൻപോട്ടും തൻ്റെ അനുഭവങ്ങളായി മറ്റുള്ളവരോട് ഈ മകൾ പങ്കുവയ്ക്കും. അങ്ങനെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ മകൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല. നമുക്ക് പിന്നെ ഒരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്, ഒരു ആപത്തും കൂടാതെ തന്നെ ഇവിടെ എത്തിക്കണമെന്ന്. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വല്ലാണ്ട് ഡൗൺ ആയിപ്പോയി, കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. എനിക്ക് ഉടനെ ഇങ്ങോട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സാക്ഷ്യം പറയണമെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മിച്ചിയെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മിച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, മോൻ പേടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ നിനക്ക് ചിലപ്പോൾ സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവും, പക്ഷേ നീ മാതാവിൻ്റെ മണ്ണിൽ കാല് ചവിട്ടുമ്പോൾ നിനക്കത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തുന്നവരെ മനസ്സിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ അമ്മച്ചി കണ്ണ് കാണിക്കാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയേക്കായിരുന്നു. അവിടെ ഇരുന്ന് എൻ്റെ അമ്മച്ചി 51 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയണത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്കിവിടെ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന്. അത്രയ്ക്ക് സ്റ്റൊമക്ക് പെയിൻ ആയിരുന്നു എനിക്ക്. അപ്പോൾ മാതാവ് എന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ എത്തിച്ചതിന് മാതാവിന് ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. മോട്ടിവേറ്റേഴ്സൊക്കെ ആയിട്ട് എങ്ങനെയാണ് പേരൻസ് ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അവരുടെ ജീവിതത്തിൽ എത്രമാത്രം അവർ ആ ഒരു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നു. തങ്ങൾ അതിനു മുമ്പൊക്കെ അത്രയേറെ പേരൻസിൻ്റെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത മക്കൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എത്രയേറെ തീക്ഷ്ണതയോടും സ്നേഹത്തോടും കൂടിയൊക്കെ അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നു. മാതാപിതാക്കളൊക്കെ തന്നെ നല്ല മെൻറ്റേഴ്സായിട്ട് മാറുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ഷൈനി. ഞാൻ ഏറ്റുമാനൂര് വെട്ടിമുകൾ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ അനീതിയുടെ ഭർത്താവിന് വേണ്ടി സാക്ഷി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫെബ്രുവരി 12-ാം തീയതി എൻ്റെ അനീതിയുടെ ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെല്ലുകയും അവിടെ നിന്ന് രക്ഷയില്ല, 3-ാം ദിവസം ആളിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഞങ്ങൾ അവിടുന്ന് അവരോട് നിർബന്ധിച്ച് കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അനിയനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് മുമ്പ് അമ്മ അവിടെ ഹാജരാകുകയും അമ്മ വേണ്ട ചികിത്സകൾ നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അവർ വളരെ ആലോചിച്ച് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അവിടെ അഡ്മിറ്റ് ആക്കുകയും 9 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയും യാതൊരു ഓർമ്മയോ ഒന്നുമില്ല. വെന്റിലേറ്റർ എടുത്താൽ ആളിന് ജീവൻ പോകുന്ന സിറ്റുവേഷനായിരുന്നു. ആ സാഹചര്യത്തിൽ കൃപാസന മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കൈവശമുണ്ടാവുകയും ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും കൈകളിലും കാലുകളിലും കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. സ്കാൻ വേണമെന്ന് അവർ പറഞ്ഞു. സ്കാനിന് കൊണ്ടുപോകാൻ നേരമാണ് ഇത് ഞാൻ ചെയ്തത്. സ്കാനിങ് റൂമിൽ ചെന്ന് 5 മിനിറ്റിനകം കാലുകൾ വലിച്ചു മടക്കി നൂർക്കുകയും എഴുന്നേറ്റ് പോകുവാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ അത്ഭുതം. അങ്ങനെ 13 ദിവസം ഹോസ്പിറ്റലിൽ 13-ാമത്തെ ദിവസം ഓപ്പറേഷൻ ചെയ്യുകയും ഒരു ദിവസം തന്നെ 3 ഓപ്പറേഷനാണ് നടത്തിയത്. തലയുടെ ഓപ്പറേഷന് 76 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് സർജറി കണ്ണിൻ്റെ അവിടെ. കൈക്ക് ഒരു കൈ മുറിച്ച് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർമാരോട് പറഞ്ഞു, കൈ തളർന്നു പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, അത് എൻ്റെ പരിശുദ്ധ അമ്മ ആ കൈകൾക്ക് ജീവൻ നൽകുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഡോക്ടർമാർ ഒത്തിരി നിർബന്ധിച്ചു, കൈ മുറിച്ച് കളയണം, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന്. ആ കൈ മുറിച്ച് കളഞ്ഞില്ല. അവർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്ക്, ദൈവം പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് കൂടുതൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ആ കൈയാണ് ഇപ്പോൾ ഈ സ്റ്റേജിലെത്തി. കൈ പൊക്കാൻ പറ്റില്ല, പക്ഷേ അകത്തി നിർത്താൻ പറ്റും. ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നു. ഈ സ്റ്റേജിലാണ് ആൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിയത്. അവിടുന്ന് ഓപ്പറേഷൻ ചെയ്തത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി റൂമിലെത്തിയ ശേഷം ഇതാണ് 76 സ്റ്റിച്ചോടുകൂടി. ഇതാണ് അനിയന്. പരിശുദ്ധ അമ്മ ഒരു പുനർജന്മം നൽകി
ലോകത്തിന് സാക്ഷിയായി ഞങ്ങൾക്ക് നൽകിയതിനും അമ്മ കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയും ലോകത്തിൻ്റെതായ സമ്പന്നതയിൽ ജീവിക്കുമ്പോഴും അതല്ല, ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്തിൻ്റെ സമ്പന്നതയിലാണ് ഞങ്ങൾ. ഒരു സാക്ഷിയോട് പറയണ്ടേ, എൻ്റെ ചാച്ചന് അറ്റാക്ക് ഉണ്ടായി, രക്തം ഛർദ്ദിച്ച് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ചെന്നു. 8 മണിക്കൂറോളം മരുന്നിനോട് പോലും പ്രതികരിക്കാതെ കിടന്നപ്പോൾ എത്ര തവണ ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇടപെടാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 8-ാം മണിക്കൂറിൽ ആങ്ങളെ വിളിച്ചു പറയുന്നു ചായ ചോദിച്ചതെന്ന്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മിടുക്കനായി എൻ്റെ ചാച്ചൻ ജീവിക്കുന്നു. ഞാൻ അനീതിക്ക് കൊടുക്കാം. മാതാവിന് വിശ്വയ്ക്കും കൊടാനോടി നിർത്തി ഭർത്താവിനെ തിരിച്ചു തന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഈ സഹോദരിയാണ് ഉടമ്പടി എടുത്തതും പുള്ളിക്കാരൻ്റെ സഹോദരിയുടെ മൊത്തം വളരെ ക്രിട്ടിക്കലായിട്ട്, അതാണ് ഇപ്പോൾ നേരത്തെ ആ ഫോട്ടോ ഒക്കെ കാണിച്ചത്. അതായത് ജീവൻ തിരികെ കിട്ടുമോ എന്നുള്ള വലിയൊരു സംശയത്തിൻ്റെ ഭാഗത്ത് അടുത്ത ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് ആൾ പ്രാർത്ഥിച്ച് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള സാക്ഷ്യം പറയാനാണ്. അത് ഉടമ്പടിയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയൊരു മധ്യസ്ഥ സഹായത്തിൻ്റെയും അല്ലെങ്കിൽ ഉടമ്പടിയുടെ വലിയൊരു പ്രത്യക്ഷണത്തിൻ്റെ അനുഭവമായിട്ട് വായിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇവർ രണ്ടുപേരും അദ്ദേഹവുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ഈ അൾത്താരയിൽ വളരെ ക്രിട്ടിക്കലായിട്ട്, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ വാക്കുകളല്ല, അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന വാക്കുകളല്ല, അവസാനം ആ ദൈവം പറയുന്നത് വരെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഇടപെടലിനൊരു സാധ്യത എപ്പോഴും അതിൽ നിലനിൽക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കത്തക്കത്. എല്ലാ പ്രാവശ്യവും ഇതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ട് സാഹചര്യത്തിൽ നമ്മ ഒരുപാട് പേരെ വിവിധ ഇടങ്ങളിൽ നിന്ന് അൾത്താരയിൽ എത്തിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഇദ്ദേഹം എടുത്ത് ഉടമ്പടിയുടെ ഒരു സംരക്ഷണം ആ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം ഈ കുടുംബത്തിനുള്ളതുകൊണ്ടാണല്ലോ ഈ സമയം അവരിത്രയും ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരുന്ന് ഈ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യം അവർ കുറഞ്ഞ വാക്കുകളിൽ പറയുന്നതിനേക്കാളും അപ്പുറമാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തവുമാണ്. അപ്പം ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും ഇദ്ദേഹത്തിന് അമ്മ നൽകിയ, അല്ലെങ്കിൽ അമ്മയുടെ മധ്യസഹായത്തിൽ ഈശോ നൽകിയ എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് അഖിൽ ജോൺസൺ. ഞാൻ കോതമംഗലം രൂപതയിൽ കോതമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. 26/9/2022 ഞാൻ ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു 2018 മുതൽ എൻ്റെ അമ്മയും അതിനുശേഷം എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും എന്നോട് ഇവരെ കൊണ്ട് ഇവിടെ വരാനും അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാനൊക്കെ ഇവർ നിർബന്ധിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അതിനത്ര താല്പര്യമില്ലായിരുന്നു. ഞാൻ ഇവരെ കൊണ്ടുവരും, തിരിച്ചു പോകും, അങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ച് കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10-20 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. ആ സമയത്ത് ഈ 26/9/2022 എന്ന് പറയുന്ന ദിവസം ഒരാൾക്കൊരു 3 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനായിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. അയാൾ വീട്ടിലോട്ട് വരും, പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കോളേജിൽ നിന്ന് ഞാൻ ഹാഫ് ഡേ എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. മൊത്തത്തിലാകെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പം എനിക്ക് മനസ്സിൽ തോന്നി എന്നാൽ കൃപാസനം വരെ പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കാക്കനാടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ബസ് കയറി ഞാനൊരു ഉച്ചയ്ക്ക് ഒരു 1 മണിയോടുകൂടി അവിടെ നിന്ന് പോന്നിട്ട് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ ഏകദേശം ഉടമ്പടിയൊക്കെ കൊടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ചേട്ടൻ എനിക്ക് ലാസ്റ്റ് ഒരു ഉടമ്പടിയുടെ ഒരു നമ്പർ തന്നു. അതുമായിട്ട് ഞാൻ രാത്രി വരെ ഇവിടെ ഇരുന്ന് ഏറ്റവും ലാസ്റ്റ് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പം ഈ പൈസ കൊടുക്കാനുള്ള ആൾക്ക് പൈസ കൊടുക്കാനില്ല, അയാൾ വീട്ടിലോട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്, ആരോടും പറയാതെ. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ 11:30 അതുവരെ എന്നെ ആരും വിളിച്ചുമില്ല, ഈ പൈസയുടെ കാര്യം ചോദിച്ചുമില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ ചേട്ടനെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ പോലും കൊടുക്കാനുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു പൈസ തരാനായിട്ട് പയ്യെ തന്നാൽ മതി, സാവകാശം തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ വേറെ കുറേ കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായി. പിന്നെ ഞാൻ ഈ ഉടമ്പടിയുടെ ക്രമത്തിനനുസരിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പറഞ്ഞേക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പയ്യെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഈ ജോലി സംബന്ധമായിട്ട് ഒരു ചെറിയ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി പിന്നീട് ഞങ്ങൾ ഉടമ്പടി പുതുക്കി ഇപ്പോൾ പ്രാർത്ഥിച്ചു. ഉടനെ അതുകൂടാതെ
ഇത്തരം കടബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 ആൺപിള്ളേരെ വീട്ടിലുള്ളൂ. അപ്പോൾ ചെറുപ്പം മുതൽ ഈ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പം അമ്മ വീട്ടിൽ പറയുമല്ലോ, ഇവിടെ നിൽക്കണ്ട, നിനക്ക് ഭാര്യയും കൊച്ചൊക്കെ ആയി, നീ മാറി വേറെ താമസിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കാൻ പറയുമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് അത്ര വലിയൊരു വിഷമോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷെ ഭാര്യയ്ക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ നല്ല വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി 2ാമത് പുതുക്കാൻ വന്നപ്പം ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് അതും പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറെ പൈസയോ വീട് പണിയാനായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ കടങ്ങളും പ്രശ്നങ്ങളുമായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഭാര്യയുടെ അപ്പൻ്റെ അടുത്ത് ഞാനിങ്ങനെ ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അപ്പന് കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കടയിൽ നിന്നോളാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനൊക്കെ സഹായിച്ചു. അങ്ങനെ കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ ഈ അപ്പൻ പരിഹരിച്ചു തന്നു. മാത്രമല്ല ഞങ്ങൾക്ക് അപ്പനിങ്ങോട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വീട് നോക്കണ്ടോ, വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനപ്പം തമാശ പറയുന്ന രീതിയിലെടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ കൊണ്ട് പോയി കുറേ വീടുകളൊക്കെ കാണാൻ പോയി. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു 25 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു പെര പണിതു. ഇപ്പം കഴിഞ്ഞ വർഷം ജൂണിൽ ഈ ദിവസമാണ് പെരയ്ക്ക് കല്ലിട്ട്. തിങ്കളാഴ്ച വീട്ടിൽ പാലുകാച്ചലാണ്. വീടിൻ്റെ എല്ലാ പണികളും തീർന്നു. അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. മാത്രമല്ല എൻ്റെ കടബാധ്യതകളൊക്കെ കുറഞ്ഞു കിട്ടി. പക്ഷേ ഈ 2022 ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒരുമാതിരി എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർന്നു വന്നപ്പം പഴയ പോലെ പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ അത്ര ഇല്ല. അതിൽ കുറച്ച് ആത്മീയ തലത്തിലൊക്കെ പഴയ പോലെ ശ്രദ്ധിക്കാതെ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളിലൊക്കെ കുറവ് പോലെ വന്നു. ഇനി പിന്നെ അതുമല്ല, എനിക്കിതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ വന്ന് പറയാനൊക്കെ ഒരു ചമ്മലും മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ രാവിലെ ഒരാൾ 3.5 ലക്ഷം രൂപ തരാനുണ്ട്, നിൻ്റെ വീട്ടിലോട്ട് വരും, പ്രശ്നങ്ങളുണ്ടാക്കും, ആ പൈസ കിട്ടിയില്ലെങ്കിൽ പോവില്ല എന്ന് പറഞ്ഞ ആൾ എന്നെ തിരിച്ച് വിളിച്ചിട്ടേ ഇല്ല ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം. അത്രയും വ്യത്യസ്തമായൊരു കാര്യം ഉണ്ടായിട്ട് പോലും ഇത് പറയാൻ എനിക്കൊരു ചമ്മലും നാണക്കേടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി എടുത്ത് കാര്യങ്ങൾ സാധിച്ചത് പറയാൻ ഉള്ള മടിയും കൊണ്ട് പലതവണ ഇങ്ങനെ ഉഴപ്പി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനോട് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. മാത്രമല്ല കൂടുതൽ ആത്മീയമായിട്ട് പള്ളിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ പോവുകയും കൂടുതൽ പ്രാർത്ഥനയിൽ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന് മാതാവിന് മുമ്പിൽ വെച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല എനിക്ക് ഈ കടബാധ്യതയും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ നമുക്ക് ഈ ഓൺലൈനിലുള്ള ബെറ്റിങ്ങുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ചെറിയ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ 1000 രൂപ 2000 രൂപയിൽ തുടങ്ങി. പിന്നെ ജോലി കിട്ടിയപ്പോൾ അത് 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കൊക്കെ ആയി. അപ്പോൾ വീട്ടുകാർ ബാക്കിയുള്ളവരൊന്നും അതങ്ങനെ വലിയ കാര്യമായിട്ട് അറിയണില്ല. നമ്മളത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അത് വലിയ തുകകളിലേക്കായി. അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി. വീട്ടിൽ നിന്ന് കുറേ പൈസ തന്നു, ഇവളുടെ കുറേ സ്വർണവും കാര്യങ്ങളൊക്കെ എടുത്തു, അത് വിറ്റു. പക്ഷെ എന്നിട്ടൊന്നും ഞാനിത് നിർത്തണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും എനിക്ക് നിർത്താൻ പറ്റുന്നുണ്ടായില്ല. ഞാനിവിടെ വന്ന് ആ 2022 സെപ്റ്റംബർ 26 ഉടമ്പടി എടുത്തേ പിന്നെ എനിക്കങ്ങനെ ഒരു ഓൺലൈനിൽ ബെറ്റിങ്ങിനോ അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം മൊത്തത്തിൽ പോയി. പിന്നെ അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടാവാറില്ല. അത്രയും മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ബാക്കി ഭാര്യ പറയും. ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട് പണിയുടെ വീട് പണി പൂർത്തിയായിട്ട് തിങ്കളാഴ്ച പാലുകാച്ചിലാണ്. അപ്പം വീട്ടിൽ കയറുന്നതിന് മുന്നേ മാതാവിൻ്റെ അടുത്ത് താക്കോലുമായിട്ട് വന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ താക്കോലുമായിട്ടാണ് വന്നേക്കണത്. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ 2ാമത്തെ മോളുടെ ചെവിയിൽ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3.5 വയസ്സാകുമ്പോൾ കൊച്ചിനെ അത് ഓപ്പറേഷൻ ചെയ്ത് ആ മുഴ നമുക്ക് കളയാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അത് പലതവണ അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ തൈലം തേച്ച് കൊച്ചിൻ്റെ അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു 6-7 മാസത്തോളം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു ദിവസം വൈകിട്ട് കുരിശ് വരയ്ക്കുന്ന സമയത്ത് കൊച്ചു വന്നിട്ട് പറഞ്ഞു ചെവിയിലെന്തോ ഒരു വേദന പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുഴ ഒരു മോക്കുരു പോലെ പൊട്ടാൻ പാകത്തിന് നിൽക്കുമായിരുന്നു. അപ്പോൾ
വൈഫ് അത് മൂക്കുരു പോലെ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചെലോ ഇതൊക്കെ പോയി. പിന്നെ കൊച്ച് കിടന്നുറങ്ങി, രാവിലെ എണീറ്റു. അതോടുകൂടി പിന്നെ ആ മുഴ കാണാനില്ല, മുഴ മൊത്തത്തിൽ അപ്രത്യക്ഷമായി. പിന്നെ അവിടെ അങ്ങനെ ഒരു പാട് പോലും മുഴയുടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല മൂത്ത കൊച്ചിൻ്റെ കാലിലാണെങ്കിലും ഒരു ഇൻഫെക്ഷൻ മാതിരി വന്നിട്ട് എന്ത് ചെയ്ത് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല കാലിൻ്റെ പാദത്തിൻ്റെ സൈഡിലായിട്ട്. അവനത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറിറ്റേഷനായിട്ട് മാന്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തൈലം തേച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പം ഇപ്പം അത് പൂർണ്ണമായിട്ട് ഉണങ്ങി, അവിടെ ആ ഒരു പാട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ മാതാവിന് 1000 നന്ദി. വൈകിപ്പോയത് ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയാൻ വൈകിപ്പോയതിന് പ്രത്യേകം ക്ഷമ ചോദിക്കുന്നു. നന്ദി. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവ 3:5 തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ തൻ്റെ ജീവിതവും താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും എങ്ങനെ തനിക്ക് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് കുടുംബസമേതം സാക്ഷ്യം പറയുവാൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് കർത്താവിൻ്റെ ഒരു പ്രേക്ഷിതനായിട്ട് തനിക്ക് ഇവിടെ കടന്നു വരുവാനായിട്ട് എങ്ങനെ സാധിച്ചു, അതാണ് അഖിൽ ജോൺസൺ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത്. തൻ്റെ കടബാധ്യതകളെക്കുറിച്ചും അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ പല കാര്യങ്ങളിൽ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഈ മകന് സംഭവിച്ച കാര്യങ്ങൾ നാം ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള തകർച്ചകൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മിൽ നിന്ന് അകറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിന്മയുടേതായ അംശങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊരു അനുഭവമാകട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തമ്പുരാൻ ഉണ്ട്. എന്നാൽ അത് ആ ഒരു സവിധത്തിലേക്ക് തമ്പുരാൻ്റെ സന്നിധാനത്തിലേക്ക് നാം കടന്നു വരണം. അതിനാണ് ഉടമ്പടി നമ്മെ ഉപയുക്തമാക്കുന്നത്, നമ്മെ സഹായിക്കുന്നത്. ഇന്ന് എത്രയും സന്തോഷത്തോടെ ഇവിടെ വന്ന് ഈ കുടുംബം നിൽക്കുമ്പോൾ തുടർന്നും താൻ ഉടമ്പടി ജീവിതം തന്നെ നയിക്കും. തനിക്ക് പാളിച്ചകൾ വന്നുപോയി, എന്നാൽ ഇനി താൻ അത് തുടരില്ല. ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ ഉറപ്പ്, ഏറ്റവും വലിയ സാക്ഷ്യം. തീർച്ചയായും അമ്മയും ഈശോയും സന്തോഷിക്കും നമ്മുടെ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. എൻ്റെ പേര് ബിന്ദു ജോയ്. ഞാൻ ഇളമക്കര കലൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഇത് എൻ്റെ മകൾ സാറ. എനിക്ക് ഈ മണ്ണിൽ, ഈ പുണ്യഭൂമിയിലെ ഈ അൾത്താരയിൽ നിൽക്കാൻ കഴിഞ്ഞതിന് അമ്മയോടും ഈശോയോടും ഞാൻ 1000 നന്ദി പറയുന്നു. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2016 ഞാനിവിടെ വന്ന് ഉടമ്പടിയെടുത്ത വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ആത്മീയതയുടെ കുറവാണോ എന്നിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണോ എന്നെനിക്കറിയില്ല. അന്ന് ഇതേപോലെ ഒരു അച്ഛൻ്റെ ഒരു ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേവലം ഞങ്ങൾ കുറച്ച് പേരെ നിർത്തിയിട്ട് ഒരു ചേച്ചിയാണ് അന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് എൻ്റെ മക്കളൊക്കെ ചെറുതായിരുന്നു. ഓൺലൈൻ വഴി അങ്ങനെയൊന്നും നമുക്ക് അച്ഛൻ്റെ പ്രഭാഷണങ്ങളോ ഒന്നും കേൾക്കാനോ ധ്യാനം ഒന്നും കൂടാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. എങ്കിലും ഞാൻ 2-3 തവണ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ പോരായ്മയോ എൻ്റെ എന്തൊക്കെയോ കുറവുകൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ച 6 കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് കൃപാസന മാതാവിനെ വെറുപ്പായി. എനിക്ക് ഇവിടെ വരണവരോട് ഇഷ്ടമില്ല, ഇവർ പറയണ കാര്യങ്ങൾ എനിക്കിഷ്ടമില്ല. എനിക്കത് ആരെയും എനിക്ക് കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞ് വന്നവരെ എനിക്ക് ഉൾക്കൊള്ളാനേ സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ജൂണിൽ എൻ്റെ മോൾക്ക് കേരള സ്പോർട്സിൽ സെലക്ഷൻ കിട്ടി. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നിൽ കൂടി, ഈ പള്ളിയുടെ മുന്നിൽ കൂടി വരുമെങ്കിലും എൻ്റെ മുഖം പോലും ഞാനിങ്ങോട്ട് തിരിച്ച് നോക്കൂല ഞാൻ. കാരണം എനിക്കിഷ്ടമില്ലാത്ത സ്ഥലം ഇതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകും. തിരിച്ചും അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മേഴ്സി എന്ന് പറഞ്ഞൊരു ചേച്ചി, പ്രായം വെച്ച് വളരെ ഏജുള്ളതാണ്. പക്ഷേ ആ ചേച്ചി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, ബിന്ദു 2 പെൺമക്കളുള്ള ഒരു വ്യക്തിയാണ്, നീ എന്തായാലും ഉടമ്പടി എടുക്കണമെന്ന് പറയും.
അപ്പോൾ എന്നൊക്കെ ഫോൺ ചെയ്യണ അന്നെല്ലാം ഈ ചേച്ചി എന്നോട് ഇത് തന്നെയാണ് സംസാരിക്കണത്. അവസാനം എനിക്ക് ആ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്കൊന്നും ആ ചേച്ചിയോട് മറുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ സൈലൻ്റായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഭയങ്കര അങ്ങോട്ട് ദേഷ്യത്തോടെ പറഞ്ഞ്, മേഴ്ചേച്ചി ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യങ്ങൾ നടത്തി തരാത്തൊരു മാതാവാണ്. എനിക്കെൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടൊരു സ്ഥലമാണത്. എന്നെ അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞു. എന്നാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുമ്പോൾ മേഴ്ചേച്ചി വീണ്ടും എന്നോട് കൃപാസനത്തിലെ കാര്യങ്ങൾ പറയും. അങ്ങനെ ഇരിക്കുകയും എൻ്റെ മോൾ ഇവിടെ ജൂണിൽ വന്ന് ജൂൺ 7 വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട് വിട്ട സാഹചര്യവും കഠിനമായ ട്രെയിനിങ്ങും പിന്നെ റോവിങ് എന്ന് പറയുന്ന ഒരു വാട്ടർ സ്പോർട്സിലാണ് മോൾക്ക് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഒരു കിണർ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ വെള്ളമായിട്ടൊരു ബന്ധമില്ല. ട്രെയിനിങ് എല്ലാം നടക്കുന്നത് ആഴമേറിയ പുന്നമടക്കായലിൽ. അപ്പോൾ കൊച്ചിങ്ങനെ വിളിച്ച്, അമ്മ ഒപ്പമുള്ള പിള്ളേരെല്ലാം ആലപ്പുഴയിലുള്ളവരാണ്, അവർക്ക് നല്ലപോലെ നീന്തലറിയാം, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, വഞ്ചിയായിട്ട് ഭയങ്കര കണക്ഷനുള്ള മക്കളാണ്. അപ്പോൾ അവൾ പറഞ്ഞ്, എല്ലാവരും നല്ല പെർഫോമൻസ്, എനിക്കെന്താണ് അമ്മയെ സാധിക്കാത്തത്? അമ്മ പ്രാർത്ഥിക്കണം, അമ്മ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് എൻ്റെ മോൾ എന്നോട് പറയും. അങ്ങനെ ഇരിക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും കൃപാസന മാതാവ് അപ്പോഴും എൻ്റെ ചിന്തയിലും മനസ്സിലും ഇല്ല. അങ്ങനെ ഒരു ദിവസം വീണ്ടും മേഴ്ചേച്ചിയുടെ ഫോൺ വരുന്നതാണ്. ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ മേഴ്ചേച്ചി എന്നോട് പറഞ്ഞ്, ബിന്ദു എന്തായി ഉടമ്പടിയുടെ കാര്യമെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വയലൻ്റ് ആയ പോലെ, ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് താല്പര്യമില്ല, എന്നോട് സംസാരിക്കരുതെന്ന് വരെ ഞാൻ പറഞ്ഞു. പക്ഷേ അതിനുശേഷം എൻ്റെ ഉള്ളിലിരുന്ന് വലിയൊരു, എനിക്കറിയില്ല, ഞാനിത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളിലിരുന്നും ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വേദനിക്കണം നെഞ്ചിരുന്ന്. ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത പോലെയുള്ളൊരു ഫീലിങ്. എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇരിക്കുമ്പോൾ തോന്നും നിൽക്കണം. എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് പോയി. അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ട്. അങ്ങനെ ഇരിക്കെ മോളുടെ അടുത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും കാണാൻ ഹോസ്റ്റലിൽ. അങ്ങനെ വരണ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട്, ഞങ്ങളിതിലേ പോയി അപ്പോഴും ഞാൻ നോക്കിയില്ല, തിരിച്ച് വൺ വേ ചെയ്തുകൊണ്ട് ആ സൈഡിലൂടെ പോണ വഴിക്ക് കൃപാസനം കഴിഞ്ഞ് ഒത്തിരി ദൂരം പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നതാണ്, ജോയി നമുക്ക് ഒന്ന് കൃപാസനത്തിൽ കയറണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്താണ് പുള്ളി ഇത്രം ദൂരം ഓടിയേക്കണോണ്ട് തിരിച്ച് വൺ വേ ചെയ്തുകൊണ്ട് യൂട്ടേണൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെ തിരിച്ചിവിടെ കൊണ്ടുവരിക. ജോയി നോ എന്ന് പറഞ്ഞാൽ അതെനിക്കതൊരു വിഷമമാകും. അപ്പം ഞാൻ യെസ് അല്ല നോ അല്ല എന്നുള്ള മട്ടിൽ ഞാനിങ്ങനെ പറയുന്നതാണ്, ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ്. കേൾക്കേണ്ട താമസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, അതിനെന്താ നിന്നെ ഞാൻ കൊണ്ടുവരാമല്ല കൃപാസനത്തിൽ പോണോ നിനക്കെന്ന് ചോദിച്ച്. അവിടെ നിന്ന് തന്നെ വണ്ടി തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് കയറിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം, ഒരു തൂവലിൻ്റെ കനം പോലെ ഞാൻ അങ്ങോട്ട് ശൂന്യമായി പോയേക്കണം എൻ്റെ ആത്മാവ്. ഞാനിവിടെ വന്ന് മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് പിടിച്ച് ഞാൻ കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം, എന്തൊക്കെയോ എനിക്കറിയില്ല, ആരൊക്കെയോ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് വലിയൊരു ധൈര്യം, ഭയങ്കര ഒരു ആശ്വാസം, എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ പഴയ തിക്താനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു കാര്യങ്ങളും 6 നിയോഗത്തിൽ ഞാൻ വെച്ചില്ല. അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു, ഞാനിവിടെ വന്ന് എൻ്റെ ആവശ്യങ്ങൾ മാത്രം ആവശ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെനിക്ക് വേദന തന്നെങ്കിൽ ഇനി എൻ്റെ ജീവിതം, ഇനിയുള്ള കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അവർക്ക് കിട്ടണ ആ അനുഗ്രഹം അതെന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു തിരിച്ചറിവും പിന്നെ എനിക്ക് മാതാവിനോട് എൻ്റെ ആവശ്യങ്ങളൊന്നും ആവശ്യപ്പെടാൻ തോന്നിയില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് വെച്ച ആദ്യത്തെ നിയോഗം, എൻ്റെ മോളുടെ ഒരു ഫ്രണ്ട് UK അവിടെ ജോലിയില്ലാണ്ട് വല്ലാണ്ട് കിടന്ന് ഞെരുക്കത്തിലാണ്, ഭക്ഷണം അതിനു വരെയും ബുദ്ധിമുട്ടുള്ള പോലെ എൻ്റെ മോൾ എന്നോട് പറഞ്ഞ്. ഞാൻ വെക്കം തന്നെ ആ ഒരു നിയോഗം ആദ്യം വെച്ച്. അതുമാത്രം, ബാക്കിയുള്ള നിയോഗങ്ങൾ ഞാൻ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വെച്ചതെങ്കിലും ഈ ഒരു കാര്യം എൻ്റെ മോളുടെ ഏജുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അതായിരുന്നു ഒന്നാമതായി വെച്ചത്. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന്
ഒരാഴ്ച തികയണതിന് മുമ്പ് UK വിളിച്ചു പറഞ്ഞ്, ആൻറ്റി ഒരു ജോലിക്ക് പകരം എനിക്ക് 2 ജോലി പാർട്ട് ടൈമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞ്. അതെന്നെ സംബന്ധിച്ച് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ ഉടമ്പടി നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ മോള് 3 മാസം വരെ എൻ്റെ കൊച്ചിനെ അവിടെ പൊരുത്തപ്പെടാനും അസുഖങ്ങളോ കാരണം നല്ല ട്രെയിനിങ് പോലും കിട്ടിയിട്ടില്ല. ആ സമയത്താണ് മോള് പറയണത്, അമ്മ ഒരു ജൂനിയർ നാഷണൽ ഗെയിം വരണുണ്ട്, എന്നെ സംബന്ധിച്ച് ലാസ്റ്റ് ഒരു ജൂനിയർ ഗെയിമാണ്, എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്കത് വൻ നഷ്ടമായിരിക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 3 വർഷം 4.5 വർഷം ട്രെയിനിങ്ങുള്ള മക്കളുള്ള ഈ സ്പോർട്സ് കൗൺസിലിൽ കേവലം 3 മാസം മാത്രം ട്രെയിനിങ്ങുള്ള, അതും കൂടുതൽ അസുഖങ്ങളായിട്ടും മറ്റ് പ്രശ്നങ്ങളായിട്ടും എൻ്റെ മോൾക്ക് അതിൽ ട്രെയിനിങ് പോലും മര്യാദക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് യോഗ്യത ഉണ്ട് എൻ്റെ മോളെ ഞാൻ ആവശ്യപ്പെടായിരുന്നു? അപ്പോഴും എൻ്റെ കൊച്ചു പറയുന്നുണ്ട്, അമ്മ പ്രാർത്ഥിച്ചാൽ അമ്മക്ക് കിട്ടുമെന്ന്. ഞാനങ്ങനെ ഈശോനോട് പറഞ്ഞപ്പോഴാണ് മത്തായി 15:28 പറയുന്നുണ്ട്, യേശു പറയുന്നതാണ്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം അവളുടെ പുത്രി സൗഖ്യമുള്ളതായി. അപ്പോൾ ആ ഒരു വചനം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസമായി, എന്നെക്കൊണ്ടത് നടക്കും, പ്രാർത്ഥിച്ചാൽ എൻ്റെ കൊച്ചിന് കിട്ടുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്ക് വന്നു. അവളുടെ പുത്രി സൗഖ്യമുള്ളതായി എന്നുള്ള വാക്കിൻ്റെ ആ സ്ഥലത്ത് ഞാൻ അത് വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്ന വെച്ചത് എൻ്റെ മകളുടെ വിജയമാണ് എനിക്കവിടെ കിട്ടാൻ പോണേന്നാണ് എനിക്ക് തിരിച്ചറിവ് കിട്ടിയത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മോൾ ആദ്യം എന്നോട് പറഞ്ഞത്, അമ്മ കോച്ചിന് എന്നെ സെലക്ട് ചെയ്യാൻ തോന്നിക്കണേ, കാരണം 3 വർഷം ട്രെയിൻഡ് ആയിട്ടുള്ള പിള്ളേരാണ്, ഞാൻ 3 മാസം ആയിട്ടില്ല, എനിക്ക് ബോട്ടിൻ്റെ ടെക്നിക്ക് അറിയാൻ പാടില്ല, സ്വിമ്മിങ്ങിന് കപ്പാസിറ്റി കിട്ടണില്ല, എന്നെ എടുക്കുമെന്ന് ഒരു ഉറപ്പുമില്ല അമ്മ എന്ന് പറഞ്ഞു. ഞാൻ വെക്കം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടണേണ് കൊച്ചിന് ഇതേപോലെ തന്നെ വചനം കിട്ടണേണ്. മത്തായി 11:10 പറയുന്നുണ്ട്, ഇതാ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിനക്ക് മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കുമെന്നുള്ള ആ വചനം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ആഴോ എൻ്റെ വിശ്വാസം. ഞാൻ കൊച്ചിനോട് പറഞ്ഞ്, മോന് സെലക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോളുടെ കോള് വന്നു, അമ്മ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി മോനൊന്നും നോക്കണ്ട, മോൻ നല്ലപോലെ മോനാൽ കഴിയണ മോനിലുള്ള ബെസ്റ്റ് മോൻ എടുക്കുക, ബാക്കി ദൈവം ഇതായിക്കോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവർ ഡിസംബറിൽ ഡിസംബർ 6-ാം തീയതി അങ്ങനെ എന്തോണം ഇവർ ഇവിടെ നിന്ന് ട്രെയിൻ കയറി. അതാ സ്ലീപ്പർ കോച്ച് ഒന്നുമല്ല, വെറും ജനറൽ കോച്ചിലിരുന്നാണ് 2 ദിവസം ഡേയും നൈറ്റും ചണ്ഡീഗഡിലായിരുന്നു ഇവരുടെ ട്രെയിനിങ്. ഇവർ പോണ വഴിക്ക് ഞാൻ മാതാവിനോട് പറയുന്നതാണ്, മാതാവേ എൻ്റെ മകൾ കയറുന്ന ട്രെയിൻ, എൻ്റെ മകൾ ചവിട്ടണ മണ്ണ്, എൻ്റെ മകളിരിക്കണ സീറ്റ്, എൻ്റെ മകൾ നോക്കണ കാഴ്ചകൾ എല്ലാം ഞാൻ എൻ്റെ മാതാവിന് സമർപ്പിച്ച്. എൻ്റെ കൊച്ചിന് അവിടെ ചെന്നാൽ അമ്മേ നീ കൂടെ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവളെന്നോട് ചണ്ഡീഗഡിലെത്തി. അപ്പോൾ എൻ്റെ മോളെന്നോട് ചോദിക്കുന്നതാണ്, അമ്മ നാളെ കോമ്പറ്റീഷൻ തുടങ്ങുന്നതാണ്, എനിക്കത് കിട്ടുമോ അമ്മ എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ മോളോട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ ദൂരെ കിടക്കണം, അവൾ ഡൗൺ ആകും. ഞാൻ കിട്ടുമെന്ന് പറഞ്ഞ് അവൾക്കത് കിട്ടിയില്ലെങ്കിൽ അതും വിഷമവും. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ, പക്ഷേ ഇന്ന് ഏതോ ഒരു ശക്തി എൻ്റെ പുറകിലിരുന്ന് പറയാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് മോന് കിട്ടും, മോൻ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ ഇവർക്ക് 2nd പൊസിഷനിൽ ഇവരെത്തി. അങ്ങനെ 2nd പൊസിഷനിലെത്തിയപ്പോൾ വീണ്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും 2nd കിട്ടി. ഫൈനലിൽ ഇവർ കടന്നു. അപ്പോൾ ഓരോ കോമ്പറ്റീഷൻ വരുമ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അമ്മ എനിക്ക് കിട്ടുമല്ലേ, അമ്മ പറഞ്ഞ് എനിക്കത് കിട്ടും, അമ്മ പറയുമെന്ന് പറയുമ്പോൾ ഫോൺ ചെയ്യണം. ഞാനിങ്ങനെ കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നതാണ്. എന്നാലും എനിക്ക് എവിടുന്നോ ഒരു ശക്തി കിട്ടി. ഞാൻ പറഞ്ഞ് മോന് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ 2 കോമ്പറ്റീഷന് 2nd കിട്ടി. ഫൈനലിലെത്തിയപ്പം നാഷണലി നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും തമ്മിലാണ് കോമ്പറ്റീഷൻ. എന്നെ സംബന്ധിച്ച് 3 മാസത്തെ ട്രെയിനിങ്ങുള്ള ഒരാളെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണത്. എനിക്കതും വല്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു എൻ്റെ മുന്നിൽ.
അങ്ങനെ കോമ്പറ്റീഷൻ്റെ തലേ ദിവസം രാത്രി 12 മണിയായപ്പോൾ അവിടുത്തെ മൈനസായിട്ടുള്ള കാലാവസ്ഥയും എൻ്റെ കൊച്ചിന് ഛർദിൽ പനിയായിട്ട് 12 മണിക്ക് നാളെ രാവിലെ ഇന്ന ടൈം അവർ നേരത്തെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ കോമ്പറ്റീഷൻ നടക്കേണ്ടടുത്ത് രാത്രി ഒരു തരി ഉറങ്ങാണ്ട് ഛർദിലും പനിയായിട്ട് കൂടെയുള്ള പിള്ളേരൊക്കെ ട്രെയിൻ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാണ്ട് അവർക്കെല്ലാം ആദ്യമേ തന്നെ പനി വന്നുപോയി. എൻ്റെ കുഞ്ഞിന് മാത്രം ഫൈനലിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഈ ഛർദിലും പനിയൊക്കെ കേൾക്കണത്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നേരം വിളിക്കുക തന്നെ വിളിച്ച്, അമ്മ ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല, എനിക്ക് വല്ലാത്ത പനി, എനിക്കൊരു ഗുളിക പോലും കഴിക്കാൻ പാടില്ല, കാരണം കോമ്പറ്റീഷൻ അവർ ഉത്തേജന ടെസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊരു മെഡിസിൻ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു മോനൊന്നും വരില്ല, മോൻ അസമയമാകുമ്പോൾ മോൻ നോക്കിക്കോ, മോനൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ കൊച്ചിത് പറഞ്ഞത് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനൊരു കണക്കിന് നേരം വിളിപ്പിച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ ആൾത്താരയിൽ ഈ സിസ്റ്റർ ഇരിക്കണം അവിടെ വന്ന് ഞാൻ അതിരാവിലെ വന്ന് സീറ്റ് പിടിച്ചേക്കനാണ്. ഞാൻ എന്നിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞ്, അമ്മ എൻ്റെ കൊച്ച് വയ്യാത്ത അവസ്ഥയിലും വഞ്ചിയും അങ്ങനെയുള്ള ഒരു വല്ലാത്ത തണുപ്പും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ കുഞ്ഞിരിക്കണേണ്. നീ യേശുവിനോട് പറഞ്ഞ് യേശു ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുത്ത് വഞ്ചിട അമരത്തിരുന്ന പോലെ നീയും ഈശോയും ഔസേപിതാവും സകല മാലാകന്മാരും വിശുദ്ധരും എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ ഇരിക്കണേണ്. ഊണും ഉറക്കമൊന്നുമില്ല. എനിക്ക് മൊബൈൽ പോലും ഞാൻ ഓണാക്കിയിട്ടില്ല, കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡും കയ്യിൽ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ജോയി ഞാൻ സൈലൻ്റ് ആക്കാമെന്നാണ്. എനിക്ക് എൻ്റെ കൊച്ചി മെഡൽ കിട്ടിയെന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം മാത്രം എൻ്റെ കയ്യിലേക്ക് ഫോൺ തന്നാൽ മതി എന്ന്. ഫോൺ ഞാൻ എടുക്കുള്ളെന്നുള്ള വാശി തന്നെയായിരുന്നു. 4-4:30 ഞാൻ ഫോൺ സൈലൻറ്റിൽ ഇട്ടേക്കണോണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് വന്ന് പതിയെ വന്ന് വിളിച്ചു പറഞ്ഞ്, ബിന്ദു കൊച്ചിന് മെഡൽ കിട്ടിയേട്ടാ, അവന് ബ്രോൺസ് മെഡൽ കിട്ടി. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് ബ്രോൺസ് എങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ്. അത് കുഞ്ഞു പറയണത് ആ കോമ്പറ്റീഷൻ നടക്കണ സമയത്ത് വഞ്ചി തുഴയാൻ അവൾക്ക് സാധിക്കണില്ലെന്ന്. കാരണം കാറ്റ് വരുമ്പോൾ ആ തണുപ്പും പനിയുടെ ഇതും കൊണ്ട് വിറച്ചിട്ട് ഇതിൻ്റെ പെടലൊക്കെ എങ്ങോ പോകണമെന്ന് അവൾ പറയണത്. അങ്ങനെ അവർ ഫൈനലിൽ എത്തണ സമയത്ത് 4ാമത്തെ പൊസിഷനിലായിരുന്നെന്നാണ് പറയണത്. അമ്മയുടെ പ്രാർത്ഥനയുടെ ഒറ്റ ശക്തി കൊണ്ടാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ 4ാം സ്ഥാനത്ത് നിന്ന് എൻ്റെ കുഞ്ഞ് 3ാം സ്ഥാനത്തേക്ക് എത്തി. അങ്ങനെ എൻ്റെ മകൾക്ക് ബ്രോൺസ് മെഡൽ കിട്ടി. ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ ലേറ്റായി, കാരണം ഇത് എൻ്റെ മോളെയും കൊണ്ട് വന്ന് മോളെൻ്റെ മെഡൽ ഈ ലോകത്തെ മുഴുവനും കാണിക്കണം, കൃപാസന മാതാവ് തന്ന ഈ അനുഗ്രഹം കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതായത്. ഇതാണ് മെഡല്. പരിശുദ്ധ അമ്മയ്ക്ക് ഇത് സമർപ്പിച്ച് ഞങ്ങൾ അന്ന് തന്നെ വന്ന് കോമ്പറ്റീഷൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങളിവിടെ വന്ന് മാതാവിനത് സമർപ്പിച്ച്. അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ ആവശ്യപ്പെട്ട കാര്യമല്ല മാതാവ് എനിക്ക് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ സാധിച്ചു തന്നത്. പിന്നെ 3ാമതൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും കാറ് കയറില്ല. അതെന്നെ എന്നും വേദനിപ്പിച്ചിരുന്നൊരു സങ്കടമായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർ ജസ്റ്റ് മതിലൊന്ന് ഇതാക്കിയാൽ മതി, ഒരു ചരിവ് ചെറിയൊരു കേവ് ഇട്ടാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി കയറും. പക്ഷേ എന്തോ അവർക്ക് തരാനുള്ള 2 പേർക്കും തരാനുള്ള മനസ്സുണ്ടായില്ല. 20 വർഷമായി ഞങ്ങൾ വീട് വെച്ചിട്ട്. അപ്പം ഞാൻ എന്നും കൊണ്ടുപോയി ഈ 2 മതിലിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മതിലിന് കുറച്ച് പണികളൊക്കെ വന്നപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ ആളുകൾ അതൊരു മെയിൻറ്റെയിൻ ചെയ്യാവണം. അപ്പം ഞാൻ വീണ്ടും പോയി അവരോട് ഞാൻ ചോദിച്ച്, ചേച്ചി ഒന്ന് ഇത്തിരി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാറ് കയറാം, തരുവാന്ന് ചോദിച്ചപ്പോൾ തരൂല്ലെന്നുള്ള ഒരു മറുപടി എനിക്ക് കിട്ടി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാനിത് ഉപേക്ഷിക്കണേണ്, ഞാനിനി ഈ കാര്യം നിന്നോട് പറഞ്ഞ് ശല്യപ്പെടുത്തൂല, ഞാനിത് ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇരിക്കണ സമയത്ത് സന്ധ്യയപ്പോൾ എന്നോട് ആരോ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നിങ്ങനെ തോന്നിക്കണം. അങ്ങനെ ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിക്കണേണ്, ഈ ഇത്തിരി മതിൽ ആ വശം റോട്ടിലോട്ട് കയറിയാണ് ഞങ്ങളുടെ മതിലിരിക്കണത്. അപ്പം നീ അതവിടെ വെച്ച് ഇങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നെ, അതിങ്ങനെ ഒരു ചെറിയ വളവാക്കി എടുത്താൽ കയറൂലേന്ന് ഇങ്ങനെ ചോദിക്കണം എന്നോട് ആരോ ഇരുന്നു.
അപ്പം ഞാൻ വെക്കം തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞേ, ജോയി നമുക്ക് ഈ മതൽ ഇങ്ങനെ ചെയ്താൽ പറ്റൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് പറഞ്ഞ്, അത് ശരിയാണല്ലോ, എന്താണ് നമുക്ക് ഇത്ര നാളും ഇത് തോന്നിക്കാഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെ ആ മതലിൻ്റെ പണി ഞങ്ങൾ മാതാവ് പറഞ്ഞു തന്നതാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മതലിൻ്റെ പണി ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ കാറ് കയറി. അതാണ് എൻ്റെ 3ാമത്തെ അനുഭവം. പിന്നെയെന്ന് വെച്ചാൽ ഒത്തിരി ആത്മീയമായിട്ട് കൂടുതൽ ഇനി എൻ്റെ ജീവിതം ഞാൻ ചിന്തിക്കണേണ്. എനിക്കിപ്പോൾ ബാഹ്യമായ ഒന്നും എനിക്കിഷ്ടമല്ല. മൊബൈലിൽ ഞാൻ ആകെ ഡെയിലി ഹണ്ട് എന്ന് പറയുന്ന ഒരു ആപ്പായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിരുന്നേച്ച് ന്യൂസുകളൊക്കെ അറിയാൻ. ഞാനത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഡിലീറ്റാക്കി. POCയുടെ ഒരു ബൈബിൾ ആപ്പുണ്ട്. ഞാനത് ഫുൾ ടൈം അതിൻ്റെ ഓഡിയോ കേട്ടും പിന്നെ കൂടുതൽ സമയം കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേട്ടും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുക. ഇന്ന് എൻ്റെ ജീവിതം സന്തോഷിപ്പിക്കുന്നത് ഇത് മാത്രമാണ്. പിന്നെ ഞാൻ എൻ്റെ മക്കൾക്കെന്ന് പറയാൻ, എൻ്റെ മക്കൾ പറയണത്, അമ്മ എനിക്ക് എന്ത് ഞങ്ങൾക്ക് വേണ്ടി അമ്മ എന്ത് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്കത് കിട്ടണുണ്ട്, അമ്മയുടെ പ്രാർത്ഥന മതി എന്നാണ് പറയണത്. പിന്നെ യേശയ്യ 40:31 പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനം നിങ്ങൾ മക്കളെ ഇവിടെ ഇരിക്കണം, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ, നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമോ? സത്യമാണ്. ഇവിടം വിട്ട് വേണ്ടെന്ന് പറഞ്ഞു പോയ ഞാനാണ് ഇന്ന് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണത്. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ 4:30 ഞാനും എൻ്റെ ഹസ്ബൻഡ് എണീക്കും. ഞങ്ങൾ കൊന്ത ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം പള്ളിയിൽ പോയി ആരാധനമഠത്തിൽ അരമണിക്കൂർ ഞാനിരിക്കും. അതിനുശേഷം വിശുദ്ധ ബലിയും കണ്ടിട്ട് വീട്ടിലേക്ക് വരും, ബൈബിൾ വായിക്കും, കുടുംബ പ്രാർത്ഥന ചൊല്ലും. പിന്നെ കൂടുതൽ ടൈം ആത്മീയതയിലേക്ക് മക്കളാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് അതുങ്ങളെ കൂടുതലും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഇതുമൊക്കെ കേൾപ്പിക്കും. ഇന്ന് എൻ്റെ മൂത്ത മോൾ ഇവിടെ വന്ന് എൻ്റെ മൂത്ത മോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണ ഒരു കുടുംബമായി മാറാൻ പറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ആരെൻ്റെ എൻ്റെ മുമ്പിൽ കൈ നീട്ടിയാലും അവരോട് നോ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവിടെ നിന്ന് ഒരു ചുവട് എനിക്ക് മുന്നോട്ട് വെച്ചാൽ അതെന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തും, അവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ആരെൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നവർക്കും പിന്നെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ മരിച്ചുപോയ പാരൻസിന് വേണ്ടി ഒരു ഓർഫണേജിൽ സ്ഥിരം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു വൃദ്ധസദനത്തിൽ കഴിയണ വിധത്തിലെല്ലാം സഹായിക്കും. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ പേപ്പറുകളൊക്കെ ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെ ഒന്നും ആവശ്യങ്ങൾ വരണില്ല. എല്ലാത്തിനും ഉപ്പും തൈലവുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മക്കളോടും പോകുമ്പോൾ ഇതെല്ലാം കൊടുത്തു വിടും. അങ്ങനെ എല്ലാ വിധത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ഒരു വ്യക്തിയായി മാറാൻ സാധിച്ചതിന് 1 കോടി നന്ദി കൃപാസന മാതാവിനോട് പറയുന്നു. സങ്കീർത്തനം 103 7 തിരുവചനം അരുളി ചെയ്യുന്നു, അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. നാം നടക്കേണ്ട വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കർത്താവിൻ്റെ കരുണ നിറഞ്ഞ പ്രവൃത്തികൾ ഇവിടെ കൃപാസനത്തിൽ വന്നത് മൂലം ആദ്യമേ, പിന്നീട് ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ എത്രയോ പേര് പിന്നീട് ഈ സന്നിധാനത്തിൽ വന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെയും സാക്ഷ്യം വ്യത്യസ്തമല്ല. അതായത് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ പിന്നീട് എങ്ങനെയാണ് അമ്മയും ഈശോയും നിറഞ്ഞു നിൽക്കുന്നത്, തൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എങ്ങനെ കൊണ്ടുവരുവാൻ ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. ഇവർക്ക് ഈ മകളുടെ നാഷണൽ സ്പോർട്സിലാണ് ഈ മകൾക്ക് ബ്രോൺസ് മെഡൽ കിട്ടുന്നത്. അപ്പോൾ അത് ഈ മകളേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ, ട്രെയിനിങ്ങിന് ഒത്തിരിയേറെ കാലം കഴിഞ്ഞവരൊക്കെയുണ്ട്. ഇതെല്ലാം നാം കേട്ടു. എന്നാൽ അവർക്കൊന്നും സെലക്ഷൻ പോലും പലർക്കും കിട്ടാത്തപ്പോഴാണ് ഈ മകൾക്ക് സെലക്ഷൻ കിട്ടുകയും പിന്നീട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് ഇത് നമ്മുടെ യോഗ്യതയല്ല എന്നറിയിക്കുവാനാണ്
പല നേട്ടങ്ങളിലൂടെയും നമുക്കത് ബോധ്യപ്പെടുത്തി തരുവാൻ ഉടമ്പടിയിലൂടെ കർത്താവ് നമ്മെ ഉപകരണങ്ങളാക്കുന്നു. എങ്ങനെയാണ് തനിക്ക് തലേ രാത്രിയിൽ പനിയും അതുപോലെ അസ്വസ്ഥതകളുമായിരുന്നു. ഒട്ടും മെറിറ്റ് തൻ്റെ ഭാഗത്തില്ല, എല്ലാം കർത്താവിൻ്റേത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ആ മകളെ ദൈവം എടുത്ത് ഒരു ഉപകരണമാക്കുന്നു. അതാണ് അങ്ങനെ തൻ്റെ മെഡലുമായിട്ട് ഈ മകൾ ഇന്നിവിടെ വന്നിരിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് ജീവിതത്തിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഈ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. രണ്ടാമത് ഇവിടെ ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വരാൻ സാധിച്ചതിന് അമ്മയ്ക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട്, ഇതിവിടെ ഞാൻ വന്നു നിൽക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. എൻ്റെ പേര് സജി തോമസ്. ഞാൻ പഞ്ചാബിലാണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് അവിടെയാണ് സ്കൂളുകൾ നടത്തുകയും പല സ്കൂളിൻ്റെയും ഡയറക്ടർ, ചെയർമാൻ പോസ്റ്റുകളിലൊക്കെ നോക്കുന്നു. അതുപോലെ പുതിയ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. വൈഫ്, എൻ്റെ ഫുൾ ഫാമിലി പഞ്ചാബിലാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം ഇതിനു മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ കൃപാസനത്തെ കുറിച്ച്. അപ്പോഴൊക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പം ജീവിതകാലത്തിൽ ഒരിക്കലും ഇവിടെ വരാനോ ഈ ഉടമ്പടി അതിൽ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ പാലിക്കാനോ ഒരു മനുഷ്യനായി ജനിച്ച എനിക്ക് സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോൾ തന്നെ ഇവിടെ വന്നു. ഈ ജീവിതകാലത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തീരുന്നതിന് മുമ്പ് ഇതിൽ പറയുന്ന 6 കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അത് സംഭവിച്ചു. 6 കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി. ജീവിതത്തിൻ്റെ ഭൗതികവും അതേപോലെ സ്പിരിച്വലായിട്ടുള്ള മേഖലകളിലൊക്കെ റെവല്യൂഷണറി ചേഞ്ചസ് ആണ് വന്നത്. അപ്പോൾ ഞാൻ പഞ്ചാബിൽ നിന്നാണ് വന്നതുകൊണ്ട് ആദ്യം തന്നെ മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം ആദ്യം പറയാം. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഞാൻ പഞ്ചാബിൽ നിന്ന് വരുന്നത്. പഞ്ചാബിൽ നിന്ന് പോരുമ്പോൾ ഞാൻ എൻ്റെ കാറും കൊണ്ടാണ് പോരുന്നത്. 7 സീറ്റർ കാർ കൊണ്ട് വരുന്നു. എൻ്റെ 3 പിള്ളേരുണ്ട്, വൈഫും ഉണ്ട്. അപ്പം ഞങ്ങളവിടെ നിന്ന് വണ്ടിക്ക് വരുന്നതിന് മുമ്പ് ഈ മാരുതി സുസുക്കിക്ക് വലിയൊരു ലെറ്റർ കൊടുത്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഫാമിലിയുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഞങ്ങൾ വണ്ടിക്ക് പോകുന്നതാണ്. വണ്ടി വളരെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വണ്ടി കൊടുത്തു. അവർ 3-4 എൻജിനീയേഴ്സൊക്കെ വന്ന് വളരെ കാര്യമായിട്ട് അത് ചെക്ക് ചെയ്ത് വണ്ടി ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ നോക്കി അവസാനം അവർ പറഞ്ഞു, സാറേ ഒരു ടയറിനൊരു പ്രോബ്ലം ഉണ്ട്, 3700 കിലോമീറ്റർ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വേറൊരാൾ പറയുന്നു, നീ ഉടമ്പടി എടുത്ത ആളല്ലേ? ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തിട്ടുണ്ട്. നീ ഉടമ്പടി എടുത്താണെങ്കിൽ പിന്നെ ഈ എഞ്ചിനീയർമാരോട് ടയറിൻ്റെ കാര്യം ചോദിക്കേണ്ട കാര്യം എന്താ? നീ ഉടമ്പടി എടുത്തതല്ലേ? അപ്പം മാതാവിൻ്റെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. നീ എന്തിനാണ് പിന്നെ ഈ ടയർ മാറ്റണമെന്ന് എഞ്ചിനോട് ചോദിക്കുന്നു? അപ്പം മാതാവിനോട് ചോദിച്ചു ടയർ മാറ്റണോ? അപ്പോൾ അതിന് വേറൊരു എഞ്ചിനീയറിനോട് സാർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, അത് ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു ടയർ മാറ്റേണ്ട കാര്യമില്ല. മാതാവിൻ്റെ ആദ്യത്തെ അനുഗ്രഹം അതാണ്. ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് പോന്നിട്ട് ഏതാണ്ട് 3700 കിലോമീറ്റർ ഓടിയിട്ട് ആ ടയറിനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിങ്ങനെ നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ പയർ പോലെ നിൽക്കുന്നു. മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പേ പ്രത്യേകം മാതാവിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വഴിതെറ്റി പോരുത്. ഇതിനു മുമ്പ് വന്നപ്പം മധ്യപ്രദേശിൽ വന്ന് 100-150 കിലോമീറ്റർ വഴിതെറ്റി ഞങ്ങൾ പോയതാണ്. ഈ പ്രാവശ്യം ഈ ഉടമ്പടി എടുത്ത് വന്നപ്പം നേരെ വാഗാ ബോർഡറിൽ നിന്ന് വയനാട് വരെ ഒരു തിരിവും വളവും ഇല്ലാതെ വണ്ടിക്കൊരു കുഴപ്പവും പറ്റാത്ത വളരെ സുഖമായ രീതിയിൽ ഞങ്ങളിവിടെ എത്തി. അടുത്ത എൻ്റെ സാക്ഷ്യം, ഞാൻ സ്കൂൾ നടത്തുന്ന ആളാണ്. ഇതിനു മുമ്പും വന്ന് സ്കൂൾ നടത്തുന്ന പല കാര്യങ്ങളെക്കുറിച്ച് രജിസ്ട്രേഷനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷമാണ് NOCക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒരു സ്കൂൾ നടത്തണമെങ്കിൽ അതായത് സ്റ്റേറ്റിൻ്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം ICSE സ്കൂൾ തുടങ്ങാൻ. അപ്പോൾ ഞാനൊരു സ്കൂളിൽ സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു പുതിയ സ്കൂളിൽ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ NOC അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ശരിക്കും ഒരു 2-3 ദിവസം കൊണ്ട് തീരേണ്ടതാണ്. ഇത് 3 മാസമായിട്ടും തീരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു
ടുഡേ യു ഹാവ് ടു കംപ്ലീറ്റ് അപ്ലോഡ് ദ ബിഫോർ 12 PM, അതായത് രാത്രി 12 മണിക്ക് മുമ്പ് തീർക്കണം. അപ്പോൾ ഞാനിത് പറഞ്ഞു കേട്ടിട്ട് ആ സ്റ്റാഫ് രാത്രി 12 മണി വരെ ഇരുന്ന് അപ്ലോഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് റിപ്ലൈ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ DO ഓഫീസിൽ ചെന്നു. DO ഓഫീസിൽ ചെന്നപ്പം ഈ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് അവിടെ എത്തിയിട്ടില്ല. ചണ്ഡീഗഡാണ് അതിൻ്റെ സ്റ്റേറ്റ് ഹെഡ് ഓഫീസ് എഡ്യൂക്കേഷൻ. അവിടെ ചെന്ന് നോക്കുമ്പം അവിടെയും ഈ NOC അപ്ലോഡ് ചെയ്തത് എത്തിയിട്ടില്ല. അങ്ങനെ 3 മാസം 4 മാസം ഞാനിങ്ങനെ ബാഗും തൂക്കി ഇങ്ങനെ നടക്കും. എന്നിട്ടും ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് മാതാവിനോട് പറഞ്ഞു, ഇന്നത്തോടെ ഒരു തീരുമാനമാക്കണം. ഒന്നില്ലെങ്കിൽ ഞാൻ ഈ സ്കൂൾ വിട്ടു പോകും, അല്ലെങ്കിൽ ഈ NOC അപ്ലോഡ് ചെയ്ത് എവിടെയും വിസിബിൾ ആവുന്നില്ല. ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ, എൻ്റെ ലാപ്ടോപ്പിൽ, വൈസ് പ്രിൻസിപ്പലിൻ്റെ ലാപ്ടോപ്പിൽ മാത്രമേ ഇത് വിസിബിൾ ആവുന്നു. വേറൊരു സ്ഥലത്തും ഇത് കാണാനില്ല, ആർക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഈ ഉടമ്പടി പത്രം എടുത്ത് വെച്ച് എണ്ണയൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു കേൾക്കാം, ഒരു കാര്യം ചെയ്യും, ആ പേയ്മെൻ്റ് അങ്ങ് അടയ്ക്കും. പേയ്മെൻ്റ് എന്ന് പറയുമ്പം വലിയൊരു ഹ്യൂജ് പേയ്മെൻ്റാണ്. അതായത് ഒരു സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ 6 മാസത്തെ ശമ്പളം വെച്ച് ഏതാണ്ട് 25 പേരുടെ ഫീസ് അടയ്ക്കണം. ഏതാണ്ട് ഒരു 22-25 ലക്ഷം രൂപ ഫീസ് മാത്രമായിട്ട് വരും. ഇത്ര അടയ്ക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും ഇത്ര അടയ്ക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു എമൗണ്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ശമ്പളവും ഇലക്ട്രിസിറ്റിയൊക്കെ അടച്ചു കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പും എണ്ണയും ഈ ഉടമ്പടി പത്രം എടുത്ത് വണ്ടിയിൽ വെച്ച് ഞാൻ നേരെ DO ഓഫീസിൽ പോയി. DO ഓഫീസിൽ എത്തിയത് അവിടെ മുതൽ മേലെ വരെ ഞാൻ ഉപ്പിട്ടു. കാണുന്ന ഓഫീസിൻ്റെ ഈ വാതിലയിലൊക്കെ അവരറിയാതെ കുരിശ് വരച്ച് അവസാനം ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാർ ആപ് ക്യോ ഇധർ ആ ഗയാ, ക്യാ കാം ക്യാ? ഞാൻ പറഞ്ഞു, NOC കാ കാം തോ. അച്ഛാ NOC കാ കാം ആപ് ഉധർ ജാവോ. അവരൊരു ഓഫീസ് കാണിച്ചു തന്നു. ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറെന്താ വന്നേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ NOC കാ തോടാ പൈസ ജമാ കറന, പൈസ അടയ്ക്കണം, ബില്ലടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. സാർ അത് റൂൾ തോ ചേഞ്ച് ഹോ ഗയാ, ആ പൈസ കറോ, ഓൺലി 76,000 പേ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് റൂളൊക്കെ മാറി, സാർ ഇതൊന്നും പറഞ്ഞില്ലേ, 22 ലക്ഷം 25 ലക്ഷം ഒന്നും അടയ്ക്കണ്ട, ഇപ്പോഴാണെങ്കിൽ 76,000 രൂപയ്ക്ക് തീരും. നോക്കി, നമ്മുടെ മാതാവിൻ്റെ ഉപ്പിൻ്റെയും എണ്ണേൻ്റെയും വരച്ച കുരിശിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഇതാ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ 76,000 രൂപ അടച്ചതാണ്. ഇത് സൂം ചെയ്ത അച്ഛാ കാണാം. 25 ലക്ഷം രൂപയാണ്. അതിപ്പോൾ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലായാലും എവിടെയായാലും അടച്ചു നോക്കിയാൽ കാണാം. ഒരു ICSE സ്കൂള് എടുക്കുന്നതിന് മുമ്പ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറിൻ്റെ 6 മാസത്തെ ശമ്പളം നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലത്ത് തിരിച്ചു കിട്ടുന്നൊന്നുമല്ല. ഇത് ഞാൻ പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗുരുദാസ്പൂർ പാകിസ്ഥാൻ ബോർഡറിലുള്ള DO ഓഫീസിൽ പോയിട്ട് ഈ കഴിഞ്ഞ 24-ാം തീയതി അടച്ചതാണ്. ഇത് അടയ്ക്കാനുള്ള വലിയൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് അടയ്ക്കാൻ ചെല്ലുമ്പം എന്നോട് പറഞ്ഞു, ഒരു ദിവസം വരണം. ഞാൻ ഒരു ദിവസം ചെല്ലുന്നത് ഈ ഉപ്പായിട്ടാണ് ചെല്ലുന്നത്. ഉപ്പും ഇതിരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് കഴിഞ്ഞ് അയാൾ കമ്പ്യൂട്ടർ തുറന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ റൂമിൽ വലിയ അടിയും ബഹളവും. അപ്പോൾ ഇയാൾ എഴുന്നേറ്റ് ഓടി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇയാൾ ഒന്ന് വന്നു, കമ്പ്യൂട്ടർ തുറന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു പറ്റില്ല. പുള്ളി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വേഗം അവിടെ കാശ് രൂപ എടുത്ത് കമ്പ്യൂട്ടറിലൊരു കുരിശ് വരച്ചു. അത് കഴിഞ്ഞ് കീബോർഡിലൊരു കുരിശ് വരച്ചു, CPU കുരിശ് വരച്ചു. അപ്പോൾ ഇയാൾ അതും കാണരുത്. ഇതൊക്കെ നമ്മൾ ഈ കുരിശ് വരയും കാര്യങ്ങളൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ കണ്ടാൽ നമുക്ക് അറിയാം കേരളത്തിലെ അവസ്ഥയൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ തന്നെ ജീവനോടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം കുരിശൊക്കെ വരച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറിന് ഇതൊന്ന് ചെയ്യാവോ, ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഞാൻ വൈസ് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, സാർ ഒരു വേഗം ടൈപ്പ് ചെയ്തു. ഞാൻ കാശ് രൂപ എടുത്തു, ഈ ഉടമ്പടി പത്രം എടുത്ത് അവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ഈ വൈസ് പ്രിൻസിപ്പൽ സാർ പെട്ടെന്ന് അടിച്ചു. ഈ പറയുന്ന NOC ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യം അത് ഞങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ വേണ്ടി ആ ഓഫീസ് മുഴുവൻ മാതാവ് ഞങ്ങൾക്ക് വിട്ടു തന്നു. ഞങ്ങൾ അവിടെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ഈ 76,000 രൂപ അവിടെ നിന്ന് അടച്ച് അതിൻ്റെ റെസിപ്റ്റ് മേടിച്ചു. ഈ റെസിപ്റ്റാണത്. ഹല്ലേലൂയ.
22 ലക്ഷം 25 ലക്ഷത്തിൽ നേരെ താഴേക്ക് വന്നത് 76,000 രൂപയാണ്. ഇത് ഗവൺമെൻറ് ഫീസുകളാണ്. ഇതൊക്കെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പരിപാടി സ്കൂളാണ്. എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു നേഴ്സറിയിലൊരു കൊച്ച് ഒരു 10:30 ആയപ്പം ടീച്ചർ, അവിടുത്തെ ഹോം റൂം ടീച്ചർ, ക്ലാസ് റൂം ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് അവിടുത്തെ ടീച്ചർ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഒരു കൊച്ചിൻ്റെ ചെവിയിൽ കല്ലുപോയി. കൊച്ചു ഭയങ്കര കരച്ചിൽ, കൂടെ ടീച്ചർമാരൊക്കെ കരച്ചിൽ, ഇത് കണ്ട് നിന്ന PN-ഉം ബാക്കിയുള്ള പിള്ളേരും ഒക്കെ കരച്ചിൽ. അപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഞാനിങ്ങനെ അന്ന് എനിക്കൊന്ന് ചൊവ്വാഴ്ചയാന്ന് തോന്നുന്നു, അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എൻ്റെ കസാരയിരിക്കുന്ന AC ഒക്കെ ഇട്ട് ഇങ്ങനെ ഞാനിങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് വന്നിട്ട് ഒരു ടീച്ചർ പറഞ്ഞത്, സാറേ ഒരു ചെവിയിൽ കല്ലുപോയി. ആ ടീച്ചർ ഏതാണ്ട് ബോധം കെട്ടതുപോലെയാണ്. കാരണം ആ ക്ലാസ്സിലെ ആ ഏരിയയിലെ ഏറ്റവും വലിയ ഒരു VIP-ൻ്റെ ഒരു കൊച്ചാണ്, ചെറിയൊരു കൊച്ച്, 3 വയസ്സേ ഉള്ളൂ. അതും എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിച്ചും നേർന്നും ഒക്കെ ഉണ്ടായ ഒരു കൊച്ചാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജീവനില്ല, പിറ്റേ ദിവസം സ്കൂളും ഇല്ല, പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട്, സാറേ ഇതാ ചെവിയിൽ കല്ലുപോയി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് അവർ പേരൻസിനെയൊക്കെ വിളിച്ചു. പേരൻസ് പറഞ്ഞു ഗേറ്റൊക്കെ തുറന്നിട്ടോ. അവർ ഏതാണ്ട് 100-120 കിലോമീറ്റർ സ്പീഡിൽ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു ഗേറ്റ് തുറന്നിട്ടോ, ഞങ്ങൾ കൊണ്ടുപോവാണ്. അവർ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ ടേബിളിൽ എപ്പോഴും എൻ്റെ ഓഫീസ് ടേബിളിൽ ഈ ഉപ്പും ഈ എണ്ണ ഇരിപ്പുണ്ട്. ഞാൻ ആ എണ്ണ എടുത്തിട്ട് ആ ചെവീൻ്റെ അവിടെ ഒന്ന് തൂത്ത് കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷനും തോന്നിയില്ല, ഒരു വെപ്രാളവും തോന്നിയില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെയും വെപ്രാളം കുറഞ്ഞു. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇല്ലെന്നില്ല. കാരണം ചെവിയിൽ കല്ല് പോയതാണ്, അത് വലിയ ഓപ്പറേഷൻ ചെയ്തൊക്കെ എടുക്കണം. അങ്ങനെ അവർ വന്നു, കൊച്ചിനെ കയ്യിലെടുത്തു, വണ്ടി കയറ്റി അവർ കൊണ്ടുപോയി. അവർ വഴി കണ്ടവരെ കണ്ട ടീച്ചേഴ്സിനെയൊക്കെ അവർക്ക് ഹിന്ദിയിലും പഞ്ചാബിയിലും പറ്റാവുന്ന ചെറിയ തോതിലുള്ള തെറികളൊക്കെ പറഞ്ഞു. പിന്നെ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ആ കസേരയെ കുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ക്ലാസ്സിൽ പോകുമോ, ക്ലാസ് നടക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നു. ഞാൻ വിചാരിച്ചു തീർന്നു, മിക്കവാറും അവർ വന്ന് നമ്മളെ വെട്ടിക്കൊല്ലും. നമ്മളെ കേരളക്കാരെ പോലെയല്ല പഞ്ചാബികൾ. അവർ തീർക്കണം എന്ന് വിചാരിച്ചാൽ അവിടെ വെച്ച് അത് തീർക്കും. നാളെ ജയിലിൽ പോവുമോ, ഈ സ്കൂൾ പൂട്ടി പോവുമോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ പേടിച്ച് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ പേരൻസ് പറഞ്ഞു, सर कोई बात नहीं है, तो आपका कोई भी मिस्टेक नहीं है, अब हमारा बच्चे का मिस्टेक है, चलो पता नहीं इसमें कुछ मिला नहीं, डॉक्टर ने बोला इसका ईयर का अंदर कुछ भी नहीं है. അപ്പോൾ അവർ പറയാണ്, ഇത് സാറിൻ്റെ തെറ്റുമല്ല, ടീച്ചേഴ്സിൻ്റെ തെറ്റുമല്ല, ഈ കൊച്ചിൻ്റെ ചെവിയിൽ അങ്ങനെ ഒരു കല്ലും ഇല്ല, ഒരു കുന്തവും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ആ കല്ല് എനിക്ക് തോന്നുന്നു അലിഞ്ഞു പോയി കാണും. ആ എണ്ണ തൂത്തപ്പോൾ ആ കല്ല് അലിഞ്ഞു പോയി. ഇതേപോലെ ഒരു സംഭവം LKG-യിലെ ഒരു കുട്ടി, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെനിഫിറ്റ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ സ്റ്റാഫും എൻ്റെ സ്ഥാപനങ്ങൾക്കും കിട്ടിയ ബെനിഫിറ്റ്, മാതാവിലൂടെ കിട്ടിയ ബെനിഫിറ്റ് പറയാൻ വന്നതാണ്. ഒരു കൊച്ചു വീട് നെറ്റി മുഴുവൻ ഇങ്ങനെ അങ്ങ് പൊട്ടി. അപ്പോൾ ടീച്ചർമാർ പറയുന്നത് 5 സ്റ്റിച്ച് ഇടണം, 6 സ്റ്റിച്ച് ഇടണം. അപ്പം ഞാൻ എപ്പോഴും ഈ ഉപ്പും ഞാൻ എന്ത് ചെയ്യും, രാവിലെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ 6:30 വന്നു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെയൊക്കെ കൊണ്ട് ഉപ്പിടും. അതേപോലെ പിള്ളേർ വെള്ളം കുടിക്കുന്ന ക്യാമ്പറിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ട് ഉപ്പിടും. അപ്പം വളരെ ശാന്തമായിരിക്കും, അവിടെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടത് എല്ലാം ഈ ഗുരുദാസ്പൂരിൽ 45% ക്രിസ്ത്യൻസാണ്. അപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന PN അവർ ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഞാൻ ഈ ഉപ്പ് പ്രയോഗം ചെയ്യുന്നത് ഇവർക്ക് കാണാം. അപ്പോൾ ഈ കൊച്ചു വീണ് തലപൊട്ടിയപ്പോൾ ഈ PN വന്നിട്ട് പറഞ്ഞു, സാർ വോ തേൽ ദേതോ തുടക്കാം. ഞാൻ പറഞ്ഞു, ആപ് നെയ് കർ സക്തേ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ട് അത് തേച്ച് കൊടുത്തൊരു 2:30 ആയപ്പോഴത്തേക്ക് ആ പാടുമില്ല, കൊച്ചിൻ്റെ എന്താ പറയുക, ബ്ലഡ് വന്നതില്ല. ഷീ വാസ് വെരി ഹാപ്പി. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ വലിയ ആയുധങ്ങളായിട്ടാണ് ഞാൻ അന്നും വന്നപ്പം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഇത് ഞാൻ വലിയൊരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ ഉപ്പും ഈ എണ്ണയും. ഈ പ്രാവശ്യം ഞാൻ പഞ്ചാബിൽ നിന്ന് പോകുന്നപ്പോൾ ഇത് നമ്മൾ അച്ഛന്മാരൊക്കെ തിരുവോസ്തി എഴുന്നള്ളിച്ച് പോകുന്നത് പോലെ വണ്ടീൻ്റെ മുന്നിൽ വെച്ച് മാക്സിമം സ്റ്റേറ്റ് ഈ ഉടമ്പടിയിലൂടെ, ഈ ഉടമ്പടിയും കൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്ന വഴിക്കും ഞങ്ങൾ താമസിച്ച ഹോട്ടലിലൊക്കെ ആ ഉപ്പിടുകയും അവിടെ വെച്ച് ഞങ്ങൾ ഈ ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയാണ് തിരിച്ചു പോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ എല്ലാ സ്കൂളുകളിലേക്ക് ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഈ ചിലപ്പോൾ വൈകുന്നേരങ്ങളിലും ഏർലി മോർണിംഗിലും പോകുന്ന സമയത്ത് ഈ പ്രാർത്ഥന മുടക്കാൻ പാടില്ല.
പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരി കത്തിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ട്രെയിനിൽ ഇത് അലൗഡല്ല. ഇങ്ങനെയുള്ള ഫയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചുകൂടാ. പക്ഷേ ഞാൻ എപ്പോൾ യാത്ര പോയാലും ഒരു മൂലയ്ക്ക് ഇരുന്ന് ആരും കാണാതെ പെട്ടെന്ന് അത് കത്തിച്ചിട്ട് ആ പ്രാർത്ഥന ചൊല്ലി തീർക്കും. ഒരു ദിവസം കഴിഞ്ഞ നവംബറിൽ ദിവാലീൻ്റെ സമയമാകുന്നു. എല്ലാവർക്കും ശമ്പളം കൊടുത്തു. 7,5 ലക്ഷം രൂപ ഒരു മാസം വേണം ശമ്പളം കൊടുക്കാൻ. പെട്ടെന്ന് ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ദീപാവലിയാണ്, നമുക്ക് ക്രിസ്മസ് പോലെയാണ് അവരുടെ ദീപാവലി. ശമ്പളം കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു സംഭവമാണ്. പൈസ ഇല്ല എൻ്റെ കയ്യിൽ, ഒരു പൈസയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അക്കൗണ്ടൻറ്റ് വന്ന് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നിയില്ല. പണ്ടൊക്കെ വലിയ ടെൻഷനായിരുന്നു. ഇങ്ങനെ 7 ലക്ഷം രൂപ ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചങ്ക് പൊട്ടി ചത്തുപോവും, ആളുകൾ ചങ്ക് പൊട്ടി ചത്തുപോവും. ശമ്പളം കൊടുക്കേണ്ട പൈസയാണ്. ഞാൻ വേഗം പോയി കാശ് രൂപ കൊടുത്തു, ഇതെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ഒരു തടിയനായ ഒരു വലിയൊരു സർദാർജിയെ കാണിച്ചു തരുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരാളാണ്, പക്ഷെ അദ്ദേഹം ഒരിക്കലും ഈ പേയ്മെൻ്റൊന്നും കൃത്യമായിട്ട് നടത്തുന്ന ആളല്ല. ആ പുള്ളീനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ തോടാ പ്രോബ്ലം ഹേ, തോടാ ക്യാഷ് കാ ജരൂരത്ത് ഹേ. ഒരു 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വിളിച്ച് പറയുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ശനിയാഴ്ച നിൽക്കുകയാണ് ട്രെയിൻ പിടിക്കാൻ. വലിയ തണുപ്പായതുകൊണ്ട് കോട്ടും ടൈയും ഒക്കെ ഇട്ട് ചെറിയ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നിന്നിട്ട് ഞാൻ 2 കൈയും ഒക്കെ പൊക്കി അച്ഛൻ ഇങ്ങനെ ഹല്ലേലി പറയുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഹല്ലേലിയോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഇയാളെന്ത് ഭ്രാന്തനാണോ ഈ ടൈയും കോട്ടൊക്കെ കിട്ടിയിട്ട്. മലയാളത്തിലാണ് പറയുന്നതുകൊണ്ട് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ആ സമയത്ത് എനിക്ക് ഫോൺ വന്നു. അപ്പോൾ സാർ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, തരാനുള്ള ഫീസും അടുത്ത വർഷത്തെ ഫീസും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ തരാം എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് ആവശ്യമുള്ള ശമ്പളം കൊടുക്കാനുള്ള മുഴുവൻ പൈസയും അവിടെ കൊടുത്തിട്ട് പോയി ഒരു ശനിയാഴ്ച. ഹല്ലേലൂയ. ഇനി ഒരു വലിയൊരു മഹാസംഭവം ഇവിടെ നടക്കാൻ പോവാണ്. ചിലപ്പോൾ ജോസഫ് അച്ഛനോ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വട്ടാണെന്ന് പറയും, അല്ലെങ്കിൽ ഭ്രാന്താണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നമ്മുടെ ഈ കൃപാസനം തുടങ്ങിയതോടുകൂടി റെവല്യൂഷണറി സ്പിരിച്വൽ ചേഞ്ചസ് ഹാപ്പനിങ് ഓൾ ഓവർ കേരള ആൻഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഓൾസോ. ഇത് വേൾഡ് വൈഡിലേക്ക് വരികയാണ്. ഇത് വേൾഡ് വൈഡ് ഈ കൃപാസനത്തിൻ്റെ ഈ കവനൻറ്റ് ഉടമ്പടി അതിഭീകരമായിട്ട് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം, നമ്മളെല്ലാവരും പ്രാർത്ഥനയിലുണ്ട്. ഈ സഭയെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് സഭ അംഗീകരിക്കണം. ഇവിടെ എന്ന് വരുമെന്ന് എനിക്കറിയില്ല, എപ്പോൾ വരുമെന്നറിയില്ല. വെൻ ഇറ്റ് വിൽ ഹാപ്പൻ ദാറ്റ് ഐ ഡോണ്ട് നോ. നമ്മുടെ സഭയുടെ പരമോന്നത അധികാരിയായ പോപ്പ് മാർപ്പാപ്പ ഇവിടെ വരാൻ പോവുകയാണ്. ഇവിടെ വരും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ സ്വപ്നം ഉണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെനിക്ക് ഭ്രാന്താണെന്നോ വട്ടാണെന്നോ ഒക്കെ പറയാം. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റങ്ങളും കൂടെ കണ്ടു നോക്കുമ്പം മാർപ്പാപ്പ കേരളത്തിൽ വരും, ഇന്ത്യയിൽ വരും. അത് ഇവിടെ സന്ദർശിക്കും. അതെനിക്ക് തോന്നുന്നത്, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത് ഇവിടെയോ മറ്റാണ് മാർപ്പാപ്പ ഇരിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്ന ആരോടൊക്കെ ചോദിക്കുന്നുണ്ട്, കം ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്, ഡിഫറൻസ് ബെനിഫിറ്റ്സ് ഈ ഗോഡ് ത്രൂ ദിസ് കവനൻറ്റ്. ഈ ഉടമ്പടിയിൽ നിങ്ങൾക്ക് കിട്ടിയത് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഒരുപാട് റെവല്യൂഷണറി ചേഞ്ചസ് നടന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഇങ്ങനെ കുറേ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നടന്നത്, ഈ ലോകത്ത് നടന്ന വിപ്ലവങ്ങളൊക്കെ ഉണ്ടായത് മനുഷ്യന് ഒരു ഗതിയും പരഗതിയും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് മനുഷ്യൻ നടത്തിയ വലിയ മുന്നേറ്റങ്ങളാണ് ഈ വിപ്ലവം. അതുപോലൊരു മറ്റൊരു സ്പിരിച്വൽ വിപ്ലവത്തിൻ്റെ ഈ ആലപ്പുഴയിൽ നിന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ കവനൻറ്റ്, ഈ ഉടമ്പടി. ഇവിടെ മാർപ്പാപ്പ വരും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരിക്കുന്ന, ഇത് കേൾക്കുന്ന, ഇത് നിങ്ങൾ അച്ഛന്മാരാരെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് അച്ഛനിനി ഒന്നും ചെയ്യാനില്ല, ജോസഫ് അച്ഛൻ ഒന്നും ചെയ്യാനില്ല. ജോസഫ് അച്ഛൻ ഈ ജനങ്ങളുടെ മുഴുവൻ ഇല്ലായ്മ കണ്ട് ചങ്കു പൊട്ടി വിളിച്ച വിളി കേട്ട മാതാവാണ് ഇവിടെ വന്ന് നിന്ന്
ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇത്രയും തിയോളജി പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല, ഞാൻ തിയോളജിയൊന്നും പഠിച്ചിട്ടുമില്ല. തിയോളജികളൊക്കെ വളച്ചൊടിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരു അച്ഛൻ പറയുന്നത് കേട്ടു, മാതാവേ മാതാവേ എന്ന് വിളിക്കുന്നത് മാത്രം സൈത്താനിക്കാന്നാണ് പറയുന്നത്. നമ്മളെപ്പോൾ ഒന്ന് കാലിടറി വീണാലും അത് ക്രിസ്ത്യൻ റിലീജിയസ്റ്റിക് അല്ലെങ്കിൽ തന്നെ നമ്മൾ അമ്മേ എന്ന് വിളിക്കും, പെട്ടെന്നൊരു അമ്മയെന്ന് വിളിക്കും. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ എപ്പം വിളിക്കാൻ പറ്റുന്ന വിളിയാണ് അമ്മ, അത് സൈത്താനിക്കൊന്നുമല്ല. അത് മാർപ്പാപ്പ ഇവിടെ വരുന്നതോടുകൂടി ഇതിനൊക്കെ ഒരു തീരുമാനമാകും. പിന്നെ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥനകൾ ഉണ്ടാക്കണോ, അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണം, ദാറ്റ് ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മിക്കവാറും ജോസഫ് അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും വൈകുന്നേരം വന്ന് ആ പഞ്ചാബിൽ നിന്ന് വന്ന ആ പുള്ളിക്കാരന് ഭ്രാന്താണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഐ ഡോണ്ട് നോ ഫാദർ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ പ്രത്യേക ഒരു സാക്ഷ്യത്തിൽ പരിശുദ്ധ അമ്മ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും മാതാവ് ഇടപെടുന്നതായിട്ടുള്ളതാണ്. ഇത് എല്ലാ വിഷയങ്ങളും ഒരുപാട് വിദൂരങ്ങൾ, ഇപ്പോൾ ഇദ്ദേഹം പഞ്ചാബിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം പറയാനായിട്ടാണ് എത്തിച്ചേർന്നത്. ഒരുപാട് ദൂരത്തു നിന്ന് ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുക്കാനും വരുന്നുണ്ട്. അതിലും വേഗതയിലും അനുഭവത്തോടെ ഇവിടെ സാക്ഷ്യം പറയാനും ഓരോ ദിവസവും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ മാതാവ് എല്ലാവർക്കും തൻ്റെ ഈ പ്രത്യക്ഷീകരണത്തെ അത്രത്തോളം മാതാവ് ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത്. കാരണം അതൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടാണെങ്കിൽ പോലും ആളിവിടെ സാക്ഷ്യം പറയാൻ വരുന്നുണ്ട്. അത്രത്തോളം ഈ ലോകത്തിന് മുൻപിൽ ഈ ഒരു ഇടത്തെ ഉയർത്തിക്കാട്ടുക എന്നുള്ളതല്ല, ഇവിടുത്തെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാരൊന്നും വിശ്വസിക്കത്തില്ല. പക്ഷേ വ്യക്തിപരമായ അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ അൾത്താരയിൽ അതും ജാതിമത ഭേദമന്യേ പ്രായഭേദമന്യേ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സാക്ഷ്യം പറയുന്ന ഒരു അൾത്താര എന്ന നിലയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും സ്ഥിരീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മാതാവ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുപാട് പേരെ ഈ അൾത്താരയിൽ ഇതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചൊരുങ്ങാനെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മേഖല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മേഖലയാണ്. ആ മേഖലയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പ്രാർത്ഥനയിൽ അതിജീവിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം. രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് ഉണ്ടായ ഇഷ്യൂസിനെയൊക്കെ ഫേസ് ചെയ്യുമ്പം അതൊക്കെ ഒരു കുഴപ്പമില്ല, അതിനൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു ധൈര്യം, ഒരു വെയ്റ്റ്ലെസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സാക്ഷ്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞ സാക്ഷ്യത്തിലും ഈ രോഗങ്ങളൊക്കെ തന്നോട് പറയുമ്പോഴും അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എങ്ങനെയും നമ്മൾ റെഡിയാക്കും. കാരണം ഇങ്ങനൊരു ഉടമ്പടിയിൽ ലഭിച്ച വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ധൈര്യമുണ്ട്. അത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ് പറയുന്നത്, ആരെനിക്കെതിരെ നിന്നാലും കർത്താവ് പക്ഷത്തെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നൊരു സ്പിരിച്വൽ കോൺഫിഡൻസ് ഉണ്ട്. അത് ഉടമ്പടിയിൽ ഒരുപാട് പേർക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി നിൽക്കുന്നവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പറഞ്ഞ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരുപാട് സാക്ഷ്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ ഒരു ഇടം ലോകത്തിന് മുൻപിൽ ഒരു വലിയ ഒരു ആത്മീയ വിപ്ലവത്തിൻ്റെ ഒരു ഇടമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഓരോ ദിവസവും ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മാത്രം, ഒരു ദിവസം കേൾക്കുന്നത് മാത്രം പരിശോധിച്ചാൽ തന്നെയും നമുക്കത് വ്യക്തമാണ്. അപ്പോൾ ഇനിയും ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം ഒരു ചർച്ചാ വിഷയവും ഒരു പ്രാർത്ഥനാ വിഷയവും ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു വെളിച്ചവുമായിട്ട് മാറുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾ പണ്ട് തൊട്ട് ഇപ്പോൾ 4-5 വർഷം അതിന് മുമ്പേയും കൃപാസനത്തിനോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അനുഭവങ്ങൾ മാത്രം ഒന്ന് ചോദിച്ചു നോക്കിയത്. ഓരോ വർഷവും കഴിയുമ്പം സാക്ഷ്യത്തിൻ്റെ നിലവാരം ഉയരുന്നതും സാക്ഷ്യം പറയുന്നവരുടെ സാക്ഷ്യങ്ങളുടെ ഒരു ആഴം കൂടുന്നതും ഒരുപാട് പ്രായഭേദമന്യേ സാക്ഷ്യം. അപ്പം മാതാവ് എന്തോ ഇതിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ അച്ഛന് പ്രത്യക്ഷപ്പെടുമ്പം മാതാവ് ലക്ഷ്യം വെച്ചത് അച്ഛനെ മാത്രമല്ല എന്നുള്ളതിന് തെളിവ് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നതിന് പിന്നിൽ മാതാവിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ഇന്നും ഒരുപാട് പേര്. അപ്പം ഇനിയും മാതാവ് എന്തോ ഒരു കൃപാവര പദ്ധതി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളിലൂടെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിലൂടെയും അതിന് കൂടുതൽ ശക്തി ആർജിക്കാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇദ്ദേഹത്തിന് ലഭിച്ച അനുഭവങ്ങൾക്കും സൗഖ്യത്തിനും വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.